മേഘനാഥ് ഹെൻറി ബേക്കർ കോളേജിന്റെ ഇടുങ്ങിയ വരാന്തയിലൂടെ പതിഞ്ഞ കാൽവെപ്പുകളോടെ, എന്നാൽ ഉറച്ച കാൽവെപ്പുകളോടെ ഒതുക്കിച്ചേരിയ മുടിയും ഗൗരവമേറിയതും എന്നാൽ ഏറെ ശാന്തമായ ഒരു മുഖഭാവവുമായി നമ്മുടെ മലയാളം ക്ലാസ്സിലേക്ക് ഒരു അധ്യാപകൻ കടന്നു വരുന്നു. കയ്യിൽ ഒതുക്കി പിടിച്ച ലൈബ്രറി പുസ്തകങ്ങൾ മേശയിൽ ഒരു കോണിൽ ഒതുക്കി വെച്ചിട്ട് അതേ മേശ തന്നെ ഇരിപ്പിടമാക്കി കഥ കേൾക്കുവാൻ കാതോർത്തിരിക്കുന്ന തന്റെ മലയാളം വിദ്യാർത്ഥികളെ സ്വതസിദ്ധമായ തന്റെ കഥാ അവതരണ ശൈലിയിലൂടെ ഭാവനയുടെ ഒരു മായിക പ്രപഞ്ചത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോകുന്ന മാത്യു പണിക്കർ എന്ന നമ്മുടെ ഏറ്റവും പ്രിയങ്കരനായ മലയാള അധ്യാപകൻ. അദ്ദേഹത്തിന്റെ ഓർമ്മയ്ക്ക് മുൻപിൽ ഒരു നിമിഷം നമുക്ക് നിശബ്ദരാവാം. നമ്മുടെ ഔപചാരികമായ മീറ്റിംഗ് തുടങ്ങുന്നതിന് മുൻപായി ഒരു പ്രധാനപ്പെട്ട ചടങ്ങ് ഇന്നിവിടെ നടക്കേണ്ടതായിട്ടുണ്ട്. ഇന്ന് ഒക്ടോബർ മാസം 31-ാം തീയതി ഇന്ത്യയുടെ മുൻ പ്രധാനമന്ത്രിയായിരുന്ന ഇന്ദിരാഗാന്ധിയുടെ ചരമദിനമാണ്. ഇന്ത്യയിലെ എല്ലാ പൊതു വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും ഓഫീസുകളിലും രാഷ്ട്രീയ ദിവസ് സങ്കൽപ് ദിവസായി നാഷണൽ റീഡെഡിക്കേഷൻ ഡേ ആചരിക്കേണ്ടതുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട് ഒരു നിമിഷം സൈലൻസ് ഒബ്സർവ് ചെയ്യുകയും അതിനുശേഷം നാഷണൽ റീഡെഡിക്കേഷൻ പ്ലഡ്ജ് ഓത്ത് എടുക്കണമെന്നും കേന്ദ്ര ഗവൺമെന്റ് ആവശ്യപ്പെട്ടിട്ടുണ്ട്. അതനുസരിച്ച് നമുക്ക് ഈ പ്രതിജ്ഞയിൽ പങ്കെടുക്കാൻ എല്ലാവരെയും ഞാൻ പ്രത്യേകം അഭ്യർത്ഥിക്കുകയാണ്. രാഷ്ട്രത്തിന്റെ സ്വാതന്ത്ര്യവും അഖണ്ഡതയും സംരക്ഷിക്കുന്നതിനും ശക്തിപ്പെടുത്തുന്നതിനും അർപ്പണബോധത്തോടുകൂടി പ്രവർത്തിക്കുമെന്ന് ഞാൻ ദൃഢപ്രതിജ്ഞ ചെയ്യുന്നു. ഒരിക്കലും അക്രമമാർഗം സ്വീകരിക്കില്ലെന്നും മത, ഭാഷം, പ്രദേശം തുടങ്ങിയവ മൂലമുള്ള ഭിന്നതകളും തർക്കങ്ങളും ജാതീയമോ രാഷ്ട്രീയമോ സാമ്പത്തികമോ ആയ മറ്റു പരാതികളും സമാധാനപരവും വ്യവസ്ഥാപിതവും ആയ മാർഗങ്ങളിലൂടെ പരിഹരിക്കുമെന്നും ഞാൻ പ്രതിജ്ഞ ചെയ്യുന്നു. താങ്ക് യു വെരി മച്ച്. ഇന്ന് നമ്മൾ മലയാള സമാജം കൂട്ടാളികൾ ഏറെ ധന്യരാണ്. ഈ മുഹൂർത്തത്തിൽ ഇവിടെ കൂടിയിരിക്കുന്ന ബഹുമാനിയായ ഓരോരുത്തർക്കും സ്വാഗതം ആശംസിക്കുന്നതിനായി മലയാള സമാജം സജീവ പ്രവർത്തകനും ഹെൻറി ബേക്കർ കോളേജിലെ പൂർവ്വ വിദ്യാർത്ഥിയുമായ ഉണ്ണികൃഷ്ണൻ PS ഏറ്റവും സ്നേഹപൂർവ്വം ക്ഷണിച്ചോളൂ. ബഹുമാനപ്പെട്ട ഗുരുജനങ്ങളെ, പ്രിയമുള്ള സുഹൃത്തുക്കളെ, ചെറുതെങ്കിലും പ്രൗഢമായ ഈ സദസ്സിലും വേദിയിലും നിൽക്കുമ്പോൾ കുറെ കാലങ്ങൾക്ക് ശേഷമാണ് നമ്മുടെ പ്രിയപ്പെട്ടവരോടൊപ്പം ഇത്തരത്തിലൊരു ചടങ്ങിൽ ഞാൻ പങ്കെടുക്കുന്നത്. ഈ സമയത്ത് മനസ്സിൽ ശരിക്കും കറുപ്പും വെളുപ്പും നിറഞ്ഞ ഒരു മാനസികാവസ്ഥയിലാണ് ഞാനിവിടെ നിൽക്കുന്നത്. മറ്റൊന്നുമല്ല, പലതരത്തിൽ ആത്മബന്ധം പുലർത്തുന്ന കാൽപ്പനികമായ ഒരുപാട് ഭാവങ്ങൾ കൊണ്ട് പരസ്പരം ബന്ധിക്കപ്പെട്ടിരിക്കുന്ന ഈ ഒരു വളരെ അടുത്ത സുഹൃത്തുക്കളോടൊപ്പം, വളരെ അടുത്ത സ്നേഹം നിറഞ്ഞ അധ്യാപകരോടൊപ്പം ഒക്കെ ചെലവഴിക്കാൻ കഴിയുന്ന ഈ നല്ല നിമിഷങ്ങളുടെ സന്തോഷം മനസ്സിൽ വല്ലാതെ അലയടിക്കുന്നുണ്ട്. അതോടൊപ്പം നമ്മളൊക്കെ തിരികെ വീട്ടിലേക്ക് വരുമ്പോൾ അവിടെ ഒരാളുടെ അസാന്നിധ്യം അനുഭവപ്പെടുമ്പോൾ മനസ്സിൽ തോന്നുന്ന ഒരു നൊമ്പരം ഒരു മഷിപ്പടർപ്പായി മനസ്സിൽ ശേഷിക്കുകയും ചെയ്തു. നമുക്കറിയാം, നമ്മുടെ ഈ കലാലയത്തെ സംബന്ധിച്ചിടത്തോളം ഈ കലാലയത്തിൽ നിന്ന് ഓരോ വർഷങ്ങളിലായി ആയിരക്കണക്കിന് വിദ്യാർത്ഥികൾ വിദ്യാഭ്യാസം പൂർത്തിയാക്കി ലോകത്തിന്റെ പല ഭാഗങ്ങളിൽ എനിക്ക് തോന്നുന്നു
മിക്കവാറും എല്ലാ ഭൂഖണ്ഡങ്ങളിലും ഈ കോളേജിൽ നിന്ന് പഠിച്ചിറങ്ങിയ ആളുകൾ വിവിധ മേഖലകളിൽ പ്രഗത്ഭരും പ്രശസ്തരുമായിട്ടുള്ള ഒട്ടനവധി ആളുകൾ പലതരത്തിൽ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട്. അവർക്കൊക്കെ ക്യാമ്പസ് എന്ന് കേൾക്കുമ്പോൾ ഇപ്പോഴും വളരെ ആവേശത്തോടുകൂടി വളരെ ആഗ്രഹത്തോടുകൂടി ഇവിടെ ചെലവഴിച്ച നിമിഷങ്ങളെ ഒരു നഷ്ടബോധത്തോടുകൂടി ഓർക്കാൻ കഴിയുന്നു എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം അവർക്കൊക്കെ ഇവിടെ നിന്ന് പഠിച്ചിറങ്ങിപ്പോയ ഞങ്ങൾക്ക് എല്ലാവർക്കും ഈ കലാലയത്തോടും ഈ ക്യാമ്പസിനോടുമൊക്കെയുള്ള ഒരു ആത്മബന്ധം എത്രത്തോളം ഉണ്ടെന്നുള്ളത് ഞാൻ പറയാതെ തന്നെ നമുക്ക് അനുഭവിക്കുന്ന ഒരു കാര്യമാണ്. ഇത്തരത്തിൽ ഈ കലാലയത്തെ ഓർത്തിരിക്കുവാനും ഈ കലാലയത്തിൽ ഹൃദയത്തോട് ചേർത്ത് വയ്ക്കുവാനും ഒക്കെ പ്രധാനപ്പെട്ട ഒരു കാരണമായി നിലകൊണ്ടിട്ടുള്ളത് ഈ ക്യാമ്പസിലെ നമ്മുടെ മലയാള സമാജത്തിന്റെ പ്രവർത്തനങ്ങളും അതിന് നേതൃത്വം വഹിച്ച നമ്മുടെ എല്ലാവരുടെയും പ്രിയപ്പെട്ട രാജു സാറും മറ്റ് ഭാഷാധ്യാപകരും ഒക്കെയാണ്. വിദ്യാർത്ഥികളുടെ നമ്മളെ പഠിക്കുന്ന കാലഘട്ടത്തിലാണെങ്കിൽ പോലും സർഗാത്മകമായ കഴിവുകളെ വളരെ തന്മയത്വത്തോടുകൂടി ഓരോ കുട്ടികളെയും വേർതിരിച്ച് കണ്ടെത്താനും അത് പരിപോഷിപ്പിക്കാനും ഒക്കെ രാജു സാർ ഉൾപ്പെട്ട മലയാള സമാജത്തിന്റെ നേതൃത്വത്തിലുണ്ടായിരുന്നവര് മലയാള സമാജത്തിന്റെ സ്ഥാപക നേതാവായിട്ടുള്ള രാജു സാറിനൊക്കെ ഒരു പ്രത്യേക കഴിവും താല്പര്യവും പുലർത്തിയിരുന്നു എന്നുള്ളത് ഞാനിപ്പോൾ വളരെ നന്ദിയോടുകൂടി ഈ ഒരു അവസരത്തിൽ ഓർക്കുകയാണ്. അതുപോലെ തന്നെ നമുക്കറിയാം ഇവിടെ പഠിച്ചുപോയ എല്ലാവരുടെയും വളരെ പ്രിയപ്പെട്ട ഒരു അധ്യാപകനായിരുന്നു മാത്യു പണിക്കർ സാർ. വ്യക്തിപരമായി എനിക്കും അദ്ദേഹത്തോട് വളരെ അടുപ്പവും വളരെ സവിശേഷമായ ഒരു സ്നേഹവും ഞങ്ങൾ എല്ലാവരും പുലർത്തിയിരുന്നുവെന്ന് ഞാൻ ഈ അവസരത്തിൽ ഓർമ്മിക്കുകയാണ്. ഞാൻ കൂടുതൽ മാത്യു സാറിനെ കുറിച്ചും ഈ കലാലയത്തെക്കുറിച്ചുമൊക്കെ അതിനെക്കുറിച്ചുള്ള ഓർമ്മകൾ പറഞ്ഞു തുടങ്ങിയാൽ ഒരുപക്ഷെ ഒരുപാട് സമയം സംസാരിച്ചാലും തീരാത്തത്ര നല്ല നല്ല അനുഭവങ്ങളും ഓർമ്മകളും മനസ്സിൽ അടുക്കി വെച്ചിരിക്കുന്ന ഒരാളാണ് ഞാൻ. അതുകൊണ്ട് തന്നെ ഞാൻ അത്തരത്തിലൊരു പരിശ്രമത്തിലേക്ക് കടക്കുന്നില്ല. ഇത്തരത്തില് മലയാള സമാജം പൂർവ്വ വിദ്യാർത്ഥി സംഘം എന്ന പേരിൽ ഒരു ആശയം രൂപപ്പെട്ടു വരികയും നവംബർ 2 മാത്യു സാറിന്റെ ചരമദിനവുമായി ബന്ധപ്പെട്ട ഒരു അനുസ്മരണ പരിപാടി സംഘടിപ്പിക്കുന്നതിനെ കുറിച്ചൊക്കെ ആലോചിക്കുകയും ചെയ്തതിനു ശേഷം വളരെ പെട്ടെന്നാണ് ഇതൊരു ഇത്രമാത്രം പ്രൗഢമായ ഒരു സദസ്സായി രൂപാന്തരം പ്രാപിച്ചത്. അപ്പോൾ ഈ ഒരു മീറ്റിംഗിലേക്ക് ആദ്യം തന്നെ നമ്മുടെ ഈ കലാലയത്തെ വളരെ മികച്ച രീതിയിൽ അതിന്റെ പ്രവർത്തനങ്ങളെ മുന്നോട്ട് നയിച്ചുകൊണ്ടുപോവുകയും കേരളത്തിലെ തന്നെ മികച്ച ഒരു ക്യാമ്പസാക്കി മാറ്റുന്നതിന് വേണ്ടിയുള്ള അണിയറ പ്രവർത്തനങ്ങൾ വളരെ ക്രിയാത്മകമായി ചെയ്തുകൊണ്ടിരിക്കുകയും ചെയ്യുന്ന നമ്മുടെ ബഹുമാനപ്പെട്ട കോളേജ് പ്രിൻസിപ്പൽ, അതുപോലെ തന്നെ ഈ യോഗത്തിന്റെ അധ്യക്ഷനുമായിട്ടുള്ള ഡോക്ടർ GS ഗിരീഷ് കുമാർ സാറിനെ മലയാള സമാജം പൂർവ്വ വിദ്യാർത്ഥി സംഘത്തിന്റെ പേരിൽ വളരെ ആദരപൂർവ്വം ഈ പരിപാടിയിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. നമുക്കറിയാം, ഒരു സ്ഥാപനത്തിന്റെ നടത്തിപ്പുമായി ബന്ധപ്പെട്ട്, പ്രത്യേകിച്ചും ഒരു കോളേജിന്റെ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് അതിന്റെ എല്ലാ പ്രവർത്തനങ്ങൾക്കും നേതൃത്വം വഹിക്കുകയും അതിന്റെ എല്ലാ ദൈനംദിന കാര്യങ്ങളിൽ ഉൾപ്പെടെ എല്ലാ വിഷയങ്ങളിലും സജീവമായി ഇടപെടുകയും ചെയ്യുന്ന വളരെ ജനകീയനായിട്ടുള്ള ഒരു തിരുമേനിയാണ് നമ്മുടെ കോളേജിന്റെ മാനേജരും ബിഷപ്പുമായിട്ടുള്ള റൈറ്റ് റവറൻഡ് BS ഫ്രാൻസിസ് തിരുമേനി അവർ. അദ്ദേഹത്തെ ഇവിടെ പഠിച്ചുപോയ മലയാള സമാജത്തിന്റെ പൂർവ്വ വിദ്യാർത്ഥി സംഘത്തിന്റെ പ്രവർത്തകരായിട്ടുള്ള ഞങ്ങളുടെ എല്ലാവരുടെയും പേരിൽ വളരെ വിനയപൂർവ്വം ആദരവോടെ ഈ പരിപാടിയിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. അതുപോലെ തന്നെ മലയാള സമാജത്തിന്റെ പ്രവർത്തനങ്ങളിൽ നിന്നുമൊക്കെ ഊർജ്ജം ഉൾക്കൊണ്ടുകൊണ്ട് എഴുതുകയും വായിക്കുകയും ഒക്കെ ചെയ്ത ഒരുപാട് സുഹൃത്തുക്കളുടെ ഒപ്പം ഉണ്ടായിരുന്ന നമ്മുടെ പ്രിയപ്പെട്ട ഒരു സുഹൃത്താണ് സുജിത. മാത്യു സാറിന്റെ വളരെ അടുത്ത വളരെ പ്രിയപ്പെട്ട ഒരു ശിഷ്യ കൂടിയായിരുന്നു സുജിത. സുജിതയുടെ പുസ്തക പ്രകാശനവുമായി ബന്ധപ്പെട്ട് ആ ചടങ്ങ് നിർവഹിക്കുന്നതിന് വേണ്ടി ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന മീനച്ചിൽ താലൂക്ക് ലൈബ്രറി കൌൺസിലിന്റെ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം വഹിക്കുന്ന, പൊതുരംഗത്തും രാഷ്ട്രീയ രംഗത്തുമൊക്കെ ഒരേപോലെ തിരക്കു പിടിച്ച ആ സമയത്തിനിടയിലും നമ്മുടെ ഈ ചെറിയ പരിപാടിയിലേക്ക് കടന്നു വരികയും സാന്നിധ്യം കൊണ്ട് ഞങ്ങളെ സമ്പന്നമാക്കുകയും ചെയ്ത ഡോക്ടർ സിന്ധുമോൾ ജേക്കബിനെ ഈ മലയാള സമാജം പൂർവ്വ വിദ്യാർത്ഥി സംഘത്തിന്റെ പേരിൽ ഈ മീറ്റിംഗിലേക്ക് വിനയപൂർവ്വം സ്വാഗതം ചെയ്യുന്നു.
അതുപോലെ തന്നെ വളരെ സമ്പന്നമായ ഒരു ഭൂതകാലം അവകാശപ്പെടാനുള്ള മേലുകാവ് കോളേജിന്റെ മലയാള സമാജ പ്രവർത്തനങ്ങൾ ഇന്ന് മികച്ച രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോവുകയും വളരെ ക്രിയാത്മകമായ ഇടപെടലുകൾ നടക്കുകയും ഒരുപാട് വിദ്യാർത്ഥികൾക്ക് മലയാള സമാജ പ്രവർത്തനങ്ങളും മലയാള വിഭാഗത്തിന്റെ നേതൃത്വം വഹിക്കുകയും ഒക്കെ ചെയ്യുന്ന ബഹുമാനപ്പെട്ട മലയാള വിഭാഗം മേധാവി പ്രൊഫസർ സൗമ്യ പോൾ മാഡത്തിനെയും മലയാള സമാജം പൂർവ്വ വിദ്യാർത്ഥി സംഘത്തിന്റെ പേരിൽ ഈ മീറ്റിംഗിലേക്ക്, ഈ പരിപാടിയിലേക്ക് വളരെ ആദരപൂർവ്വം സ്വാഗതം ചെയ്തു. ഇനി നമുക്കറിയാം, ഈ കോളേജിലെ പൂർവ്വ വിദ്യാർത്ഥിയും ഇപ്പോൾ അറക്കുളം സെന്റ് മേരീസ് ഹയർ സെക്കൻഡറി സ്കൂളിന്റെ പ്രിൻസിപ്പളുമായ ശ്രീ അവില സാറ് ഈ കോളേജിൽ പല പരിപാടികളിലും മുൻപ് പങ്കെടുത്തിട്ടുണ്ട്. സാറിന്റെ സ്കൂളിലും ചില പരിപാടികളിലൊക്കെ പങ്കെടുക്കാനുള്ള ഭാഗ്യം എനിക്കും ഉണ്ടായിട്ടുണ്ട്. അത്തരത്തില് ഈ കോളേജിന്റെ എല്ലാ പ്രവർത്തനങ്ങളിലും സജീവമായി പങ്കെടുക്കുകയും ഞങ്ങളുടെ ഈ കൂട്ടായ്മയിലെ ഒരു അംഗം കൂടിയായ അവില സാറിനെ ഈ മീറ്റിംഗിലേക്ക് ആദരപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. അതുപോലെ തന്നെ രാജു സാറിന് ഞാൻ സ്വാഗതം ആശംസിക്കുക എന്ന് പറയുന്നത് എത്രത്തോളം ശരിയാണെന്ന് എനിക്കറിയില്ല. കാരണം ഞങ്ങളുടെ എല്ലാവരുടെയും മനസ്സിൽ അത്രമാത്രം സ്വാധീനം ചെലുത്തിയിട്ടുള്ള ഈ പ്രവർത്തനങ്ങളുടെ എല്ലാം മാർഗദർശിയായിട്ടുള്ള ഇത്തരത്തിലൊരു പരിപാടി സംഘടിപ്പിക്കപ്പെടുന്നതിന്റെ പിന്നിലെ പോലും ഏറ്റവും പ്രധാനപ്പെട്ട ആളായിട്ടുള്ള രാജു സാറിനെ ഔപചാരികതയ്ക്ക് വേണ്ടി മാത്രം ഞാൻ നിങ്ങളുടെ എല്ലാവരുടെയും പേരിൽ ഈ മീറ്റിംഗിലേക്ക് സ്വാഗതം അറിയിക്കുകയാണ്. അതുപോലെ തന്നെ കഴിഞ്ഞ അക്കാദമിക് ഇയറിൽ ഇടുക്കി ജില്ലയിലെ ഏറ്റവും മികച്ച NSS വോളണ്ടിയറായി, NSS സ്കൂളിലെ ഹയർ സെക്കൻഡറി സ്കൂളുകളിലെ NSS പ്രോഗ്രാം ഓഫീസറായി സംസ്ഥാനതല അവാർഡ് കരസ്ഥമാക്കിയ ഈ കോളേജിന്റെ പൂർവ്വ വിദ്യാർത്ഥിയും ഞങ്ങളുടെയൊക്കെ പ്രിയപ്പെട്ട സുഹൃത്തുമായ ശ്രീ ടോം കളപ്പുര സാറിന് ഈ മീറ്റിംഗിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. അതുപോലെ തന്നെ നമ്മുടെ ക്യാമ്പസിലെ വിദ്യാർത്ഥികൾക്ക് വേണ്ടി മാത്യു പണിക്കർ സ്മാരക സാഹിത്യ ഒരു കവിതാ മത്സരം നടത്തിയിരുന്നു. അതിൽ വിജയികളായിട്ടുള്ള ഈ കോളേജിലെ വിദ്യാർത്ഥികൾ, പ്രത്യേകിച്ചും ക്രിസ്റ്റി ഇലക്കണ്ണനും പിന്നെ വന്നേക്കുന്നത് ആമിന, ഒരാൾ കൂടി ഉണ്ടെന്ന് തോന്നുന്നു, അദ്ദേഹത്തിന് എത്താൻ പറ്റിയിട്ടില്ല. അപ്പൊ ഈ മത്സരത്തിൽ പങ്കെടുക്കുകയും അവാർഡിന് അർഹരായി അത് സ്വീകരിക്കുന്നതിന് വേണ്ടി ഞങ്ങളുടെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തിച്ചേരുകയും ചെയ്ത ക്രിസ്റ്റിയോടും ആമിനയോടുമൊക്കെ ഈ മീറ്റിംഗിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. അതോടൊപ്പം ഒരു വാക്കുകൂടി പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ്. ഈ മലയാള സമാജം പൂർവ്വ വിദ്യാർത്ഥി സംഘവുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളിലെല്ലാം വളരെ ആവേശത്തോടുകൂടി ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ലോകത്തിന്റെ വിവിധ ഭൂഖണ്ഡങ്ങളിൽ ഇരുന്ന് ഇതിന്റെ ഗൂഗിൾ മീറ്റിലും വാട്സാപ്പ് ഗ്രൂപ്പുകളിലുമൊക്കെ സജീവമായി പങ്കെടുക്കുകയും ക്രിയാത്മകമായി പങ്കെടുക്കുകയും ഇവിടെ വരാൻ കഴിയാത്തതിൽ നിരാശ കൊണ്ടിരിക്കുന്നവരുമായ നൂറുകണക്കിന് നല്ലവരായ സുഹൃത്തുക്കൾ, അവരെ എല്ലാവരെയും അവരുടെ സാന്നിധ്യത്തിലും ഈ പരിപാടിയിലേക്ക് വളരെ സ്നേഹപൂർവ്വം എല്ലാവരെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്തുകൊണ്ട് ഞാൻ നിർത്തുകയാണ്. നന്ദി. ആമുഖ പ്രഭാഷണത്തിനായി ഡോക്ടർ രാജീവ് കൃഷ്ണപുരത്തെ ഏറ്റവും സ്നേഹത്തോടെ ക്ഷണിച്ചുകൊള്ളുന്നു. ഇന്നത്തെ ഈ യോഗത്തിന്റെ വിശേഷം ഇവിടെ പറഞ്ഞു കഴിഞ്ഞു. എന്റെ മനസ്സിലും ഈ ക്യാമ്പസിന്റെ മനസ്സിലും രണ്ട് കഥന കനലുകളാണുള്ളത്. കഥനത്തിന്റെ രണ്ട് കനലുകൾ. അതിലൊന്ന് ഈ കോളേജിന്റെ സ്ഥാപകനായ പ്രൊഫസർ R.P. വർഗീസ് സാർ. അദ്ദേഹത്തെ മനസ്സിൽ സ്മരിക്കാതെ ഈ ക്യാമ്പസിലേക്ക് കടക്കാൻ കഴിയില്ല. അദ്ദേഹത്തിന്റെ അകാല വിയോഗമായിരുന്നു ആദ്യത്തെ അശ്വിനിപാദം. രണ്ടാമത്തെ അശ്വിനിപാദമാണ് പ്രിയങ്കരനായ മാത്യു പണിക്കരുടെ വിയോഗം. നവംബർ 2 അദ്ദേഹം ഭൂമിയിൽ നിന്ന് അപ്രത്യക്ഷമായതിന്റെ 10 വർഷം തികയുകയാണ്. 10 വർഷം തികയുന്ന ഈ വേളയിൽ അദ്ദേഹത്തിന് ആദരമർപ്പിക്കാൻ, അനുസ്മരിക്കാൻ മലയാള സമാജത്തിന്റെ പൂർവ്വ വിദ്യാർത്ഥികൾ ഇങ്ങനെ ഒരു വലിയ മുന്നൊരുക്കം നടത്തി, ഇങ്ങനെ ഒരു വലിയ സമ്മേളനം നടത്തി, ഒരു അനുസ്മരണ ദിനം ആചരിച്ചുകൊണ്ട് അദ്ദേഹത്തിന് വേണ്ടി
ആദരാഞ്ജലികൾ അർപ്പിക്കാൻ നിങ്ങൾ കാട്ടിയ മലയാള സമാജത്തിന്റെ പൂർവ്വ വിദ്യാർത്ഥികൾ അലംനെ കാട്ടിയ ആ ഒരു മഹാസൗമനസ്യത്തിന് ഞാൻ നിങ്ങളോട് എന്റെ കൃതജ്ഞത അറിയിക്കുകയാണ്. മാത്യു പണിക്കർ ഒരു അവധൂതനെ പോലെ കടന്നു വന്ന അധ്യാപകനാണ്. അദ്ദേഹത്തെ ഉൾക്കൊള്ളാൻ അധികമാർക്കും കഴിഞ്ഞിട്ടുണ്ടോ എന്ന് എനിക്ക് സംശയം. അതുകൊണ്ട് തന്നെ മുകളിൽ ഉയർന്നു നിൽക്കുന്ന നക്ഷത്രങ്ങളെ താഴെ നിൽക്കുന്നവർ അവരവരുടെ താല്പര്യമനുസരിച്ച് കാണുകയും അവരവരുടെ മനോനിലയനുസരിച്ച് വ്യാഖ്യാനിക്കുകയും ചെയ്യുമ്പോഴും നക്ഷത്രമെന്നും നക്ഷത്രമായി നിലകൊള്ളും. അങ്ങനെ അകാലത്തിൽ പൊലിഞ്ഞുപോയ നമ്മുടെ ഒരു നക്ഷത്രമായ എം പണിക്കർ അഥവാ പ്രൊഫസർ മാത്യു പണിക്കർ, അദ്ദേഹത്തോട് അദ്ദേഹം ഉണ്ടായിരുന്നെങ്കിൽ ചെയ്യുമായിരുന്ന അനവധിയായ സാഹിത്യ സംഭാവനകളൊക്കെ അവയെല്ലാം നമ്മുടെ കയ്യിൽ നിന്ന് നഷ്ടമായതിന്റെ ഒരു നഷ്ടബോധം കൂടിയാണ് എനിക്ക് ഈ അവസരത്തിലുള്ളത്. ഇങ്ങനെ ഒരു ചടങ്ങിൽ പങ്കെടുക്കാൻ സൗമനസ്യം കാട്ടിയ ബിഷപ്പ് തിരുമേനിയോടും ഇതിൽ വരാമെന്ന് സമ്മതിച്ച് കൃത്യമായി എത്തിച്ചേർന്ന ഡോക്ടർ സിന്ധുമോളോടുമൊക്കെയുള്ള കൃതജ്ഞത കൂടി ഞാൻ മുൻകൂർ പറയട്ടെ. മലയാള സമാജം കോളേജ് തുടങ്ങിയ വർഷം മുതൽ ഈ കോളേജിന്റെ ക്യാമ്പസിലെ കുട്ടികളുടെ മനസ്സിനെ ഏറ്റവും ഹരിതാഭമാക്കിയ ഒരു സമാജമാണ്. അതുകൊണ്ടാണ് ഒരു അലംനെ തുടങ്ങണം എന്ന് വിചാരിച്ചപ്പോൾ ലോകത്തിന്റെ വിവിധ കോണുകളിൽ നിന്ന് കൊണ്ട് ആൾക്കാർ ഇതിലേക്ക് വരികയും കുട്ടികൾ ഇതിലേക്ക് വരികയും അതിന്റെ വളരെ പ്രധാനപ്പെട്ട ഒരു കാരണം എനിക്ക് തോന്നുന്നത് മനസ്സിൽ കനവുകൾ സമ്മാനിക്കുന്ന കാലമാണ് ക്യാമ്പസ്. മനസ്സിൽ കനവുകളും നിലവുകളുമൊക്കെ അതിൽ ചേർന്ന സൗഹൃദങ്ങൾ, അതിന് ചേർന്ന വൈകാരികമായ ഉത്തേജനം നൽകുന്ന സൗഹൃദങ്ങൾ ഓരോ മനസ്സുകളെയും ഓരോ നക്ഷത്രങ്ങളെയും, നേരത്തെ പറഞ്ഞ ഓരോ മനസ്സും ഓരോ നക്ഷത്രമാണ്, ഓരോ നക്ഷത്രത്തെയും കൂട്ടിയോജിപ്പിക്കുന്നതാണ് ഒരു ക്യാമ്പസിന്റെ ഏറ്റവും വലിയ കല എന്നത്. ഞാൻ ഓർക്കുന്നത് 4 വർഷം കൂടുമ്പോൾ ഇവിടുത്തെ വിദ്യാർത്ഥികൾ കലാമണ്ഡലം സന്ദർശിക്കുമായിരുന്നു. ഓരോ 4 വർഷം കൂടുമ്പോഴും കേരളത്തിലെ ക്യാമ്പസുകളെ കുറിച്ച് വലിയ പഠനങ്ങളൊന്നും നടക്കാതിരുന്ന ഒരു കാലത്ത് മലയാള മനോരമ പത്രം ഒരു ദിവസത്തെ സപ്ലിമെന്റ് മനോരമ നടത്തിയത് മേലുകാ കോളേജിന് വേണ്ടിയാണ്. ആ പേജിന്റെ തലക്കെട്ട് ഞാൻ ഓർക്കുകയാണ്, ഗിരിനിരകളുടെ വൈഖരി എന്നായിരുന്നു. ഗിരിനിരകളുടെ വൈഖരി ഈ മേലുകാവിന്റെ മലനിരകളെയും മലമടക്കുകളെയും ഒക്കെ തഴുകി ഒഴുകി വരുന്ന മന്ദമാരുതൻ പോലെ അതിമനോഹരമായ ഒരു സപ്ലിമെന്റ് മനോരമ ഇറക്കിയത് ഞാൻ ഓർക്കുന്നു. അതുപോലെ തന്നെ ഭാഷാഭൂഷണി അവരൊരു സാഹിത്യ മത്സരം നടത്തി. ആ സാഹിത്യ മത്സരത്തിൽ ഇവിടെ ഈ കോളേജിൽ പ്രീ ഡിഗ്രിക്ക് പഠിച്ച റീന സാം എന്ന കുട്ടിയാണ് 1ാം സ്ഥാനത്തെത്തിയത്. ആ കുഞ്ഞിന് സമ്മാനം നൽകാൻ വേണ്ടി മനോരമ ഒന്നടങ്കം ഈ ക്യാമ്പസിലേക്ക് വരികയായിരുന്നു. അന്ന് മനോരമയുടെ എഡിറ്റർ ശ്രീ സി രാധാകൃഷ്ണൻ സാറായി. സി രാധാകൃഷ്ണനിൽ നിന്ന് സമ്മാനം ഏറ്റുവാങ്ങാൻ നമ്മളുടെ ക്യാമ്പസിനാണ് സൗഭാഗ്യം ലഭിച്ചത്. ഇങ്ങനെ ഒട്ടനവധിയായ പ്രവർത്തനങ്ങൾ. ആകാശവാണിയിൽ നമ്മുടെ കുട്ടികൾ 2 തവണ പ്രോഗ്രാം അവതരിപ്പിച്ചിട്ടുണ്ട്. അതിലൊരു തവണ എനിക്ക് തോന്നുന്നു ടോമൊക്കെ ഇവിടുന്ന് പഠിച്ചു പോയതിനു ശേഷം, പൂർവ്വ വിദ്യാർത്ഥി ആയതിനു ശേഷമാണ് അതിലൊക്കെ പങ്കെടുത്തത്. ടോമും സുജിതയും പങ്കെടുത്തു എന്ന് തോന്നുന്നു. ഇങ്ങനെ നിരവധിയായ ഞാൻ പറയുന്നത് ഓരോ കുഞ്ഞും ഓരോ നക്ഷത്രമാണ്. ആ നക്ഷത്രങ്ങളെ കൂട്ടി യോജിപ്പിച്ചൊരു മനോഹരമായ താരഹാരമാക്കി മാറ്റുന്നതിലാണ് ക്യാമ്പസിന്റെ കല. പരീക്ഷയ്ക്ക് സജ്ജരാക്കുന്നത് മാത്രമല്ല ഇപ്പോ ഈ കോവിഡ് കാലത്ത് നമ്മുടെ കുഞ്ഞുങ്ങൾക്കെല്ലാം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നത് ഈ ഒരു സൗഭാഗ്യമാണ്, ഈ ഒരു ഊഷ്മാവാണ്.
ഈ ഒരു ഊഷ്മളതയാണ്, മനുഷ്യബന്ധങ്ങളുടെ ഊഷ്മളതയാണ് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. ഞാൻ ഈയിടെ വായിച്ച ഒരു പുസ്തകം യുവാൽ നോവ ഹരാരെയുടെ സേപ്പിയൻസ് എന്ന പുസ്തകമാണ്. യുവാൽ നോവ ഹരാരെയുടെ സേപ്പിയൻസ്. ബിഗ് ബാങ് തിയറി മുതൽ ഇന്ന് വരെയുള്ള ലോക ചരിത്രത്തിന്റെ ദശലക്ഷക്കണക്കിന് വർഷങ്ങളുടെ കഥ പറയുന്ന പുസ്തകമാണ്. അതിൽ അദ്ദേഹം പറയുന്നു, ഒരു അമ്മയുടെ ഉദരത്തിൽ നിന്ന് കുഞ്ഞ് പുറത്തേക്ക് വരുന്നത്, ഒരമ്മയുടെ ഉദരത്തിൽ നിന്ന് കുഞ്ഞ് പുറത്തേക്ക് വരുന്നത് തിളച്ചൊഴുകുന്ന സ്ഫടികം പോലെയാണ്. തിളച്ചൊഴുകുന്ന സ്ഫടികം പോലെയാണ് കുഞ്ഞ് പുറത്തേക്ക് വരുന്നത്. അതിനെ വാർത്തെടുക്കുന്നത്, അതിന് വേണ്ട രൂപം നൽകുന്നത്, അതിന് വേണ്ട ആശയം നൽകുന്നത്, അതിന് വേണ്ട സ്വപ്നങ്ങൾ നൽകുന്നത്, അതിന് വേണ്ട കനവും നിലവും എല്ലാം നൽകുന്നത് സമൂഹമാണ്. അതിൽ ഏറ്റവും പ്രധാനം കലാലയങ്ങളാണ്. അത് നൽകിയ ഒരു കലാലയമാണ് ഈ മേലുകാവ് ഹെൻറി ബെക്കർ കോളേജ്. കേരളത്തിലെ പ്രതിഷ്ഠമായ കലാലയങ്ങളെയൊക്കെ വെച്ച് നോക്കുമ്പോൾ ഇത് വളരെ ചെറുതായിരിക്കാം. പക്ഷേ ഇവിടെ പഠിച്ച ഓരോ കുട്ടിയുടെയും പേരറിയുന്ന അധ്യാപകർ, പേര് വിളിച്ച് സംസാരിക്കാൻ കഴിയുന്ന അധ്യാപകർ. ഇത് 39ാമത്തെ വർഷമാണ് ഈ കോളേജ് തുടങ്ങിയതിനു ശേഷം. 39ാമത്തെ വർഷം. അടുത്ത വർഷം 40 വർഷം അതിന്റെ ജൂബിലിയൊക്കെ നമുക്ക് ആഘോഷിക്കേണ്ടതാണ്. ഈ 40 വർഷത്തെ കുടുംബ സംഗമമായിട്ട് മലയാള സമാജം, ഇത് വെറും കുടുംബമല്ല, ഇതൊരു വലിയ കൂട്ടുകുടുംബമാണ്. വലിയ കൂട്ടുകുടുംബമാണ്. ഞാൻ ഓർക്കുന്നത്, ഞാൻ ആദ്യ ബാച്ചിൽ പഠിപ്പിച്ച അനിരുദ്ധൻ പിന്നീട് പോലീസിലായി. അനിരുദ്ധനെ ഭാര്യൻ സുകന്യ ഞാൻ പഠിപ്പിച്ചതാണ്. അത് കഴിഞ്ഞ് അവരുടെ അനിരുദ്ധന്റെ മകൾ ഇവിടെ വന്നു, മകളെ പഠിപ്പിക്കാൻ പറ്റി. അപ്പൊ അങ്ങനെ വരുമ്പോ എന്റെ മാത്രമല്ല, ഇവിടുത്തെ മിക്ക അധ്യാപകരുടെയും സ്ഥിതി അതാണ്. അപ്പൊ ഇത് ഒരു ഇവിടെ പഠിച്ച, എന്റെ കൂടെ പഠിപ്പിച്ച സാന്റോ സാർ ഇവിടെ ഇരിപ്പുണ്ട്. അപ്പൊ ഇതൊരു വലിയൊരു കൂട്ടുകുടുംബമാണ്. മലയാള സമാജം ഈ കൂട്ടുകുടുംബത്തെ ഒന്നിപ്പിച്ചു കൊണ്ടുപോകുന്ന ഒരു വലിയ ബോധി വൃക്ഷ തണലാണ്. ആ തണലിലേക്ക് വന്ന എല്ലാവരെയും ഞാൻ സ്വാഗതം ചെയ്യുന്നു. ഇനിയും വളരാനുണ്ട്. വളർച്ചയുടെ വേദിയാണ് കലാലയം. കലാലയം എന്ന് പറഞ്ഞാൽ സമസ്ത കലകളുടെയും ആലയമാണ്. സമസ്ത കലകളുടെയും. നമ്മുടെ ഈ തലയ്ക്കകത്തിരിക്കുന്ന കലാസിദ്ധികള് എത്രയെന്ന് അസംഖ്യമാണ്. അതെല്ലാം പുറത്തു കൊണ്ടുവരാനുള്ള അവസരമെന്ന നിലയിൽ ഈ കലാലയത്തിന്റെ വേദിയെ, കലാലയത്തിന്റെ കൂട്ടായ്മയെ നിങ്ങൾ ഇനിയും പ്രയോജനപ്പെടുത്തണമെന്ന് ലോകം മുഴുവനുള്ള ഈ ക്യാമ്പസിന്റെ കുഞ്ഞുങ്ങളോട് ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. അതിനുവേണ്ട എല്ലാ അവസരവും ഈ ക്യാമ്പസ് നിങ്ങൾക്ക് ഒരുക്കിത്തരും. ഇപ്പോ ഈ കോളേജിന്റെ ഓഡിറ്റോറിയം, ഇതിന്റെ മുഴുവൻ സൗകര്യങ്ങളും പൂർവ്വ വിദ്യാർത്ഥികൾക്ക് വേണ്ടി തന്നിരിക്കുന്നത് പോലെ എപ്പോഴും ഇതിന്റെ കലാലയത്തിന്റെ കവാടങ്ങൾ തുറന്നിരിക്കുകയാണ്. പ്രിൻസിപ്പൽ സാർ എപ്പോഴും പറയും, ഗിരീഷ് സാർ എപ്പോഴും പറയും, അത് പ്രയോജനപ്പെടുത്തണം, വളരണം. നിങ്ങളും നിങ്ങളുടെ മക്കളുമൊക്കെ ഇവിടുത്തെ ഈ സൗകുമാര്യം രുചിച്ച് അനുഭവിച്ച് വരണം. എന്നോട് സമയം ദീർഘിപ്പിക്കരുത് എന്ന് പറഞ്ഞിട്ടുള്ളത് കൊണ്ട് ഞാൻ നിർത്തുകയാണ്. ഇന്ന് പ്രധാനപ്പെട്ട ചടങ്ങുകൾ അതുകൂടി എന്ന് ഞാൻ പറയുന്നു, ഒന്ന് ഓർമ്മിപ്പിച്ചുകൊള്ളട്ടെ. ഏറ്റവും പ്രധാനപ്പെട്ടതാണ് എല്ലാ ചടങ്ങുകളും. 4 ചടങ്ങുകൾ. ഒന്ന്, നമ്മുടെ പണിക്കർ സാറിന്റെ അനുസ്മരണം. അതോടൊപ്പം തന്നെ രണ്ടാമത്തത് നമ്മുടെ ഏറ്റവും പ്രിയങ്കരനായ ടോം ജോസ് കളപ്പുരയ്ക്കൽ. അദ്ദേഹം ഇടുക്കി ജില്ലയിലെ ഏറ്റവും പ്രധാനപ്പെട്ട സ്കൂളിൽ നിന്ന് ഏറ്റവും മികച്ച പ്രോഗ്രാം NSS പ്രോഗ്രാം ഓഫീസറായി തെരഞ്ഞെടുക്കപ്പെട്ട, സർക്കാർ തലത്തിൽ തെരഞ്ഞെടുക്കപ്പെട്ടതിന് അദ്ദേഹത്തെ നമ്മൾ അനുമോദിക്കുന്നു. അതോടൊപ്പം നമ്മുടെ സുജിതയുടെ ശലഭഗീതം എന്ന പുസ്തകത്തിന്റെ പ്രകാശനം ഡോക്ടർ സിന്ധുമോൾ ജേക്കബ്, നമ്മുടെ ബഹുമാനപ്പെട്ട ബിഷപ്പ് തിരുമേനിക്ക് നൽകിക്കൊണ്ട് അതിന്റെ പ്രകാശനം നിർവഹിക്കും. അതിനുശേഷം നമ്മുടെ മത്സരം എന്ന് പറയുമ്പോൾ ഉണ്ണി ഇവിടെ പറഞ്ഞല്ലോ, മത്സരം ഈ വർഷം ഈ ക്യാമ്പസിലെ കുട്ടികൾക്ക് വേണ്ടി മാത്രം നടത്തിയ ഒരു മത്സരമായിരുന്നു കാവ്യ വസന്തം.
ഈ കാവ്യവസന്തം എന്ന് പറയാൻ ഒരു കാരണമുണ്ട്. പണ്ടിവിടെ വായനയെ വർദ്ധിപ്പിക്കാൻ വേണ്ടി നടത്തിയ ഒരു വലിയൊരു പ്രോജക്റ്റ് ഉണ്ടായിരുന്നു, ഒരു വലിയ പ്രോജക്റ്റ്. ആ പ്രോജക്റ്റിന്റെ പേര് വായനാ വസന്തമായിരുന്നു. അത് എല്ലാ മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്തു കഴിഞ്ഞപ്പോൾ അത് ബാക്കി കോളേജുകളും സ്കൂളുകളും ഒക്കെ ഏറ്റെടുത്ത് നടത്തിയ ഒരു വലിയ പദ്ധതിയാണ്. അതുപോലെ ഈ കാവ്യവസന്തം മത്സരത്തിൽ പങ്കെടുത്ത വിജയ സമ്മാനം നേടിയ കുഞ്ഞുങ്ങൾക്ക് സമ്മാനം നൽകുന്നത് ബഹുമാനപ്പെട്ട തിരുമേനിയാണ്. അടുത്ത വർഷം ഇന്നത്തെ ഈ കോവിഡ് കാലാവസ്ഥയൊക്കെ മാറുമ്പോൾ MG യൂണിവേഴ്സിറ്റി തലത്തിലും തുടർന്നുള്ള വർഷങ്ങളിൽ സംസ്ഥാന തലത്തിലുമൊക്കെ MM പണിക്കർ അനുസ്മരണ, അല്ലെ അങ്ങനെയല്ലേ അത് പറയേണ്ടത്, MM പണിക്കർ അനുസ്മരണ കാവ്യ വസന്തം മത്സരം നമുക്ക് നടത്താൻ കഴിയണം. അതും കൂടി അറിയിച്ചുകൊണ്ട് അതിനും ഇവിടെ വേദിയിലും സദസ്സിലുമുള്ള എല്ലാവരുടെയും അനുഗ്രഹങ്ങൾ ഉണ്ടാകണം എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് നമ്മളെ എല്ലാവരെയും ഇവിടെ ഇന്ന് കൂട്ടിയോജിപ്പിച്ച മാത്യു പണിക്കർക്ക് മനസ്സുകൊണ്ട് നമസ്കരിച്ചുകൊണ്ട് നിർത്തുന്നു. നമസ്കാരം. ഇന്ന് ഇവിടെ ഈ സമ്മേളനം ഹെൻറി ബേക്കർ കോളേജിന്റെ മനോഹരമായ ഓഡിറ്റോറിയത്തിൽ വെച്ച് നടത്തപ്പെടുമ്പോൾ അതിന് നാം ഏറെ കടപ്പെട്ടിരിക്കുന്നത് വേലികാവ് ഹെൻറി ബേക്കർ കോളേജിന്റെ ഇപ്പോഴത്തെ അമരക്കാരൻ ഡോക്ടർ GS ഗിരീഷ് കുമാർ സാറിനോടാണ്. അദ്ദേഹത്തിന്റെ സ്നേഹപൂർണമായ ഒരു ആതിഥ്യ മര്യാദയുടെ ഭാഗമായിട്ടാണ് തന്നെയാണ് നാം എല്ലാവരും ഇന്നിവിടെ സമ്മേളിച്ചിരിക്കുന്നത്. അധ്യക്ഷ പ്രസംഗത്തിനായി ഏറ്റവും സ്നേഹത്തോടെ സാറിനെ ക്ഷണിച്ചുകൊള്ളുന്നു. ഹെൻറി ബേക്കർ കോളേജ് മലയാള സമാജം പൂർവ്വ വിദ്യാർത്ഥി സംഘം ആണ് ഇന്ന് ഈ പരിപാടി ഇവിടെ നടത്തുന്നത്. നമുക്ക് മനസ്സിലാകുന്ന ഒന്ന്, സംഘങ്ങളും കൂടിച്ചേരലുകളും കൂട്ടായ്മകളും ഇന്ന് അന്യം നിന്നു പോകുന്നൊരു കാഴ്ചയാണ് നാം കണ്ടുകൊണ്ടിരിക്കുന്നത്. മനുഷ്യൻ ആശയങ്ങൾ കൊണ്ടോ മറ്റ് പ്രിപ്രോസ്ട്രസ് ആയിട്ടുള്ള മറ്റ് പല കൺസിഡറേഷൻസ് കൊണ്ടോ വേലികൾ തിരിച്ച് വേലികൾ കെട്ടി തുരുത്തുകളിൽ ജീവിക്കുന്ന ഒരു സാഹചര്യമാണ് ഇന്ന് നിലവിലുള്ളത്. തുരുത്തുകളിൽ അകപ്പെട്ട് ജീവിക്കുന്ന മനുഷ്യനെ കുറിച്ച് ചിന്തിക്കുമ്പോൾ വിദ്യാഭ്യാസത്തിന്റെ അടിസ്ഥാനപര ലക്ഷ്യം ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് വിദ്യാഭ്യാസ വിശേഷണങ്ങൾ നിർവചിച്ചിട്ടുണ്ടെങ്കിലും വീണ്ടും വീണ്ടും നമ്മെ ചിന്തിപ്പിക്കുകയാണ്, എന്താണ് വിദ്യാഭ്യാസത്തിന്റെ ലക്ഷ്യം? വിദ്യാഭ്യാസം ഒരു സാംസ്കാരിക പ്രവർത്തനമാണെന്നും എഡ്യൂക്കേഷൻ ഈസ് എ കൾച്ചറൽ ആക്ടിവിറ്റി ഗൈഡഡ് ബൈ മോറൽ ഫോഴ്സസ് എന്ന് നാം പറയുമ്പോൾ സാൻമാർഗികതയിൽ അടിയുറച്ച് സാംസ്കാരിക പ്രവർത്തനമായി വിദ്യാഭ്യാസത്തെ നിർവചിക്കുമ്പോൾ വിദ്യാഭ്യാസം ലഭിച്ചവർ എന്തുകൊണ്ട് സംസ്കാരശീലരായി പെരുമാറുന്നു എന്നതിനെക്കുറിച്ച് നാം ചിന്തിക്കേണ്ടതുണ്ട്. ഇതാണ് ഏറ്റവും ചിന്തിക്കേണ്ട വിഷയവും. ഒരു മനുഷ്യനെ മഹാത്മാഗാന്ധി സർവകലാശാലയുടെ പരീക്ഷ പാസ്സാക്കാൻ വേണ്ടി അല്ല നാം ലക്ഷ്യമാക്കേണ്ടതെന്ന് ബഹുമാനപ്പെട്ട രാജീവ് കൃഷ്ണധരോട് പറഞ്ഞു. ജീവിതമാകുന്ന വലിയ പരീക്ഷ അത് 17ഓ 20ഓ വയസ്സിൽ തീരുന്ന ഒരു പരീക്ഷയല്ല. അതിനുവേണ്ടി പ്രിപ്പയർ ചെയ്യിക്കുക എന്നുള്ളതാണ് വിദ്യാഭ്യാസത്തിന്റെ അടിസ്ഥാനപരമായ ലക്ഷ്യമെങ്കിൽ 1981 ഒരുപക്ഷെ ജീവിത സാഹചര്യങ്ങൾ, അന്ന് മൊബൈൽ ഫോണിൽ ഇന്റർനെറ്റ് ഇല്ല, അത്യന്താധുനിക സജ്ജീകരണങ്ങളൊന്നുമില്ലാത്ത കാലഘട്ടത്തിൽ 81 ഡിസംബർ മാസത്തിൽ ഈ മലയോര പ്രദേശത്ത് ഒരു ഗ്രാമീണ പശ്ചാത്തലത്തിൽ ഒരു ട്രൈബൽ ഏരിയയിൽ മേലുകാവിൽ ഒരു ഉന്നത വിദ്യാഭ്യാസത്തിന് വേണ്ടി ഒരു കലാലയം സ്ഥാപിക്കുമ്പോൾ ഇത് സ്ഥാപിച്ച മനുഷ്യരുടെ ഉള്ളിന്റെ ഉള്ളിൽ വലിയ സ്വപ്നങ്ങളുണ്ടായിരുന്നു. നാം ഇൻക്ലൂസീവ് എഡ്യൂക്കേഷനിൽ നിന്ന് സംസാരിക്കുമ്പോൾ എക്സ്ക്ലൂഷൻ നേരിട്ട ഒരു ജനത, സമൂഹത്തിൽ നിന്ന് എക്സ്ക്ലൂഡ് ചെയ്യപ്പെട്ടൊരു ജനത, സ്കൂൾ വിദ്യാഭ്യാസം എലമെന്ററി എഡ്യൂക്കേഷന്റെ വിദ്യാഭ്യാസം നിർത്തേണ്ടി വരുന്ന കാലഘട്ടം. അന്ന് ഉന്നത വിദ്യാഭ്യാസം പ്രാപ്യമാക്കാൻ വേണ്ടി ദീർഘവീക്ഷണമുള്ള ആളുകൾ വളരെ വലിയ ലക്ഷ്യത്തോടെ തുടങ്ങി വെച്ചൊരു കലാലയമാണ് ഹെൻറി ബേക്കർ കോളേജ്. ഒരുപാട് വിഷണറീസ് ഇതിന്റെ മാനേജർമാരായും ഇതിന്റെ പ്രിൻസിപ്പൽമാരായും ഇവിടെ പഠിപ്പിച്ച് ജീവിച്ച് വിരമിച്ചു പോയവരുണ്ട്, ധാരാളം ആളുകളുണ്ട്. അതിലൊരു വ്യക്തി ഇന്നിവിടെ തിരിച്ചു വരുന്നു എന്ന വലിയ ഒരു സാഹചര്യത്തിൽ അദ്ദേഹത്തെക്കുറിച്ചുള്ള ഓർമ്മകൾ അയവെടുക്കാനും അദ്ദേഹത്തിന് വീണ്ടും ആദരാഞ്ജലി അർപ്പിക്കാനും നാം എത്തിയിരിക്കുന്നത്. ഹെൻറി ബേക്കർ കോളേജിനെ കുറിച്ച് പറയുമ്പോൾ 81 തുടങ്ങി 39ാമത്തെ വർഷം നേരിടുമ്പോൾ 40ാമത്തെ വർഷം റൂബി ജൂബിലി ആഘോഷിക്കുന്ന 2020 നാം കടക്കുന്നത്. ഒരുപക്ഷെ നിങ്ങൾ പഠിച്ച സാഹചര്യത്തിലുള്ള കലാലയമായിരിക്കില്ലെന്ന്. നോട്ടത്തിൽ ഒരുപാട് മാറ്റങ്ങളുണ്ടെങ്കിലും നിങ്ങളുടെ കാഴ്ചയ്ക്കുള്ളിൽ എത്താത്ത ഒരുപാട് മാറ്റങ്ങൾ ഉള്ളിൽ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്.
നമ്മുടെ ഹെൻറി ബക്കർ കോളേജിലെ വിദ്യാർത്ഥിനികൾ ഇന്നും ഹെൻറി ബക്കർ കോളേജിൽ പഠിക്കുന്ന 90% കുട്ടികളും SC, ST, OBC, OEC മൈനോറിറ്റി വിഭാഗത്തിൽപ്പെട്ട വിദ്യാർത്ഥികളാണ് ഇന്നും. ഒരുപക്ഷെ കേരളത്തിൽ മറ്റേതെങ്കിലും കലാലയത്തിൽ ഇത്രയും അധികം എക്സ്ക്ലൂഡഡ് സെക്ഷൻസിന് വിദ്യാഭ്യാസം കൊടുക്കുന്ന സ്ഥാപനമുണ്ടോ? വയനാട്ടിൽ പോലും ഇല്ലേ, അന്വേഷിച്ചതാണ്. നമ്മുടെ കലാലയം ഇന്ന് നാക് അക്രഡിറ്റേഷന് വിധേയമായിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ കുട്ടികൾ ഒരു കാലഘട്ടത്തിലും ഒരിക്കലും പിന്നിലല്ലെന്ന് തെളിയിച്ചുകൊണ്ട് ആർട്സിലും സ്പോർട്സിലും കൾച്ചറൽ ആക്ടിവിറ്റീസിലും ഒക്കെ സംസ്ഥാന തലത്തിലും സർവകലാശാല തലത്തിലും ഒക്കെ സമ്മാനങ്ങൾ വാരിക്കൂട്ടുന്ന വിദ്യാർത്ഥികളാണ് ഉണ്ടായി. ഇവിടെ റീഡിംഗ് ക്ലബിനെ കുറിച്ച് മറ്റു കാര്യങ്ങളെക്കുറിച്ച് പറഞ്ഞു. വായനയുമായിട്ട് ബന്ധപ്പെട്ട കാര്യം രാജു കൃഷ്ണദാസ് പറഞ്ഞു. സാറിനോട് എനിക്ക് പറയാനുള്ള കാര്യം, അതേ പാതയിലാണ് ഞങ്ങൾ ഇന്ന് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ റീഡിംഗ് ക്ലബ്ബ് എന്ന ക്ലബ്ബ് തുടങ്ങി വളരെ സജീവമായിട്ട് നിങ്ങൾ ഒരുപാട് ക്രിയാത്മകമായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ കോളേജിനെ സംബന്ധിച്ച് ഇന്ന് മുഴുവൻ ക്ലാസ് മുറികളും സ്മാർട്ട് ക്ലാസ് റൂംസ് ആക്കി മാറ്റാനും കോളേജിന്റെ മുഴുവൻ പവറും അതുപോലെ തന്നെ സോളാർ പവേർഡ് കോളേജായി മാറുന്നു. നമ്മുടെ കോളേജിൽ ആർട്സിനും സ്പോർട്സിനും കൾച്ചറൽ ആക്ടിവിറ്റീസിനും മികവ് തെളിയിക്കുന്ന വിദ്യാർത്ഥി വരുന്നു. റാങ്കുകൾ വാരിക്കൂട്ടുന്നു. കേരളത്തിൽ ഒരു കാലഘട്ടത്തിൽ ഒരു കലാലയവും ചെയ്യാത്ത ഒരുപാട് എക്സ്റ്റൻഷൻ ആക്ടിവിറ്റീസ് ഞങ്ങൾ പോകുന്നു. അടുത്ത കാലത്ത് ഞങ്ങൾ കുറത്തിക്കൂടി ട്രൈബൽ സെറ്റിൽമെന്റിൽ ഒരു ലൈബ്രറി സ്ഥാപിച്ചുകൊണ്ടാണ് ശ്രദ്ധയാകർഷിച്ചത്. 1,85,000 രൂപ കൊടുത്ത് ക്രിസ്റ്റിയുടെ നാട്ടില് ക്രിസ്റ്റിയുടെ നാട്ടിൽ 1,85,000 രൂപയുടെ യഥാർത്ഥ നഴ്സറി ക്ലാസ് മുതൽ സിവിൽ സർവീസ് വരെ IAS വരെ ലക്ഷ്യം കാണുന്ന കുട്ടികൾക്ക് വായിക്കാനുള്ള വിവിധങ്ങളായ വിഭവങ്ങളുമായി വളരെ മനോഹരമായ ഒരു ലൈബ്രറി അവിടെ എസ്റ്റാബ്ലിഷ് ചെയ്തുകൊണ്ട് മേലുകാവ് ഹെൻറി ബക്കർ കോളേജ് സമൂഹത്തിനാകെ മാതൃകയായിരിക്കുകയാണ്. ഡിസാസ്റ്റർ മാനേജ് മുന്നിക്കട്ട് പോലീസിനും അതുപോലെ ഡിസാസ്റ്റർ മാനേജ് അതോറിറ്റീസിനും ഇവിടെ മഴയുടെ തോതും ടെമ്പറേച്ചറും ഹ്യൂമിഡിറ്റിയും അളന്ന് ഓരോ ദിവസവും രാവിലെ 6 മണിക്ക് അവർക്ക് അലേർട്ട് കൊടുക്കുന്ന മഴമാവിനി റെയിൻ മോണിറ്ററിംഗ് സ്റ്റേഷൻ ഹെൻറി ബക്കർ കോളേജ് കേരളത്തിൽ ആദ്യത്തെ കോളേജ് ഇവിടെ ഇൻസ്റ്റാൾ ചെയ്യുന്നത്. അതുപോലെ തന്നെ വിവിധങ്ങളായ പരിപാടികളുമായിട്ട് നമ്മൾ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇതിന് മുഴുവൻ നേതൃത്വം നൽകുന്ന ഞങ്ങൾക്ക് ഊർജ്ജം പകർന്നു നൽകിയ ഞങ്ങൾ തിരുമേനിയാണ്, തിരുമേനിയെ കുറിച്ച് നിങ്ങളൊരു പക്ഷേ കലാലയത്തിലേക്ക് ഭിന്നിപ്പിക്കുക. എത്രയോ മാനേജർമാർ എത്രയോ പ്രിൻസിപ്പലുകൾ മാറി കലാലയത്തിൽ വന്നിട്ടുണ്ട്. തിരുമേനിയെ കുറിച്ച് തിരുമേനിയുടെ ജീവിതത്തിൽ ഏറ്റവും പരമപ്രധാനമായി അദ്ദേഹം കരുതുന്ന ആശയങ്ങൾ നമുക്കറിയാം. നമ്മുടെ കലാലയം ഒരു വളരെ നല്ല പ്രശസ്തമായ സെന്റർ ഓഫ് എക്സലൻസ് ആയി മാറണമെന്ന് വലിയ ആഗ്രഹത്തോടെയാണ് തിരുമേനി വളർത്തി. ഒരുപാട് ഇല്ലായ്മകളുണ്ട്, ഒരുപാട് വല്ലായ്മകളുണ്ട്, പരിമിതികളുണ്ട്. ഇതിന്റെയൊക്കെ ഉള്ളിൽ നിന്നുകൊണ്ട് ഇന്നത്തെ അവസ്ഥ നിങ്ങൾക്ക് മനസ്സിലാവും. കോടിക്കണക്കിന് രൂപ കോളേജിന് വേണ്ടി മുടക്കിക്കൊണ്ട് ഒരുപാട് ഇൻഫ്രാസ്ട്രക്ചറൽ ഫെസിലിറ്റീസും ഇൻസ്ട്രക്ഷണൽ ഫെസിലിറ്റീസും ഒക്കെ നമ്മൾ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. ഇതിന് മുഴുവൻ നേതൃത്വം നൽകുന്ന തിരുമേനിയുടെ ആ ഒരു വികസന കാഴ്ചപ്പാടാണ്. അപ്പോൾ ഞങ്ങളുടെ ഓരോ കാര്യത്തിലും ഞങ്ങൾ ഊർജ്ജം പറയും തിരുമേനിയെ വിളിച്ചപ്പോൾ തന്നെ തീർച്ചയായിട്ടും ഏത് പരിപാടിക്കും തിരുമേനി ഒരു നോ എന്ന വാക്ക് പറയാറില്ല. അത്രത്തോളം പോസിറ്റിവിറ്റി ഞങ്ങൾക്ക് പകർന്നു തരികയും എല്ലാ പരിപാടികളിലും വരികയും സംബന്ധിക്കുകയും ഞങ്ങൾ ഊർജ്ജം പറഞ്ഞ തിരുമേനിയുടെ പ്രത്യേകം ഞങ്ങൾ എല്ലാവരും പേരും നന്ദി കടപ്പാട് അറിയിക്കുകയാണ്. നമുക്ക് അറിയാവുന്നതുപോലെ മാത്യു സാർ എന്ന വലിയ മനുഷ്യനെ കുറിച്ച് ഇവിടെ പലരും പറഞ്ഞു. ഞാൻ ജീവിതത്തിൽ മാത്യു സാറിനെ നേരിട്ട് കണ്ടിട്ടില്ല. ഞാൻ ഒരു കാര്യത്തിൽ നേരിട്ട് കാണുകയോ ഇടപെടാൻ സാധിക്കാത്ത വ്യക്തിയാണ് മാത്യു സാർ. പക്ഷേ എനിക്ക് മനസ്സിലായ ചില വസ്തുത, ഇവിടെ തണൽ വിരിക്കുന്ന ബോധിവൃക്ഷങ്ങൾ എന്ന പുസ്തകം ഞാൻ വായിക്കുകയുണ്ടായി. അതിൽ മാത്യു സാറിനെ കുറിച്ച് ചെറിയ പ്രതിവാദികൾ പലരും അദ്ദേഹത്തിന്റെ അഭ്യുദയകാംക്ഷകളും ശിഷ്യന്മാരും ഒക്കെ എഴുതിയിരിക്കുന്ന പലതും വായിക്കാനിടയായി. എനിക്ക് മനസ്സിലായൊരു കാര്യം, ഒരു അധ്യാപകന് അടിസ്ഥാനപരമായി വിരമിക്കലില്ല, മരണവുമില്ല എന്നുള്ളതാണ്. അധ്യാപകൻ ഒരിക്കലും വിരമിക്കാൻ സാധിക്കില്ല, മരണവുമില്ല. അപ്പോൾ അത്തരം അദ്ദേഹത്തിന്റെ ഓർമ്മകൾ നിലനിൽക്കുന്നത് കൊണ്ടും അദ്ദേഹം ജീവിച്ചിരിക്കുന്ന കാലഘട്ടത്തിൽ തന്റെ പാണ്ഡിത്യം കൊണ്ടും പ്രാവീണ്യം കൊണ്ടും തന്റെ വിദ്യാർത്ഥികളെ കോൾമയിൽ കൊള്ളിച്ച ക്ലാസുകൾ നൽകുന്നത്. ജോർജ് സാന്റോ സാർ ഇവിടെ ഉണ്ട്, കൊമേഴ്സ് ഡിപ്പാർട്ട്മെന്റ് മേധാവിയാണ്. അദ്ദേഹം പറയുകയായിരുന്നു, മാത്യു സാറിന്റെ ക്ലാസ് പകരം വയ്ക്കാൻ പറ്റാത്ത തരത്തിലുള്ള ക്ലാസുകളാണെന്നും ഒക്കെ അദ്ദേഹം അനുഭവം പങ്കുവയ്ക്കുകയുണ്ടായി. തീർച്ചയായിട്ടും അദ്ദേഹം ആ വലിയ മനുഷ്യനെ ഏറ്റവും നന്ദിയോടെ കടപ്പാടോടെ ഹെൻറി ബക്കർ കോളേജ് ഓർക്കുന്നു. അധ്യാപകൻ ഗുരു എന്നത് ലഘുവല്ല. ഗുരുക്കളായി കാണുന്നതിൽ ലഘുക്കളല്ലാതെ ഗുരുക്കളായി നിലനിർത്തണമെന്നും ആദരിക്കണമെന്നും ബഹുമാനിക്കണമെന്നും അവരെ അനുസരിക്കണമെന്നും അനുഗമിക്കണമെന്നും ഒക്കെ നമുക്ക് സമൂഹത്തോട് പറഞ്ഞു നൽകുന്ന വലിയൊരു ആശയം ചൂടുപിടിച്ച ഇത്തരം പരിപാടികൾ നടത്തുന്നത്. തീർച്ചയായിട്ടും ഇതുമായി ബന്ധപ്പെട്ട് ഇവിടെ എത്തിയിരിക്കുന്ന എല്ലാ ഗസ്റ്റിനെയും ഞാൻ പ്രത്യേകം ഒരിക്കൽ കൂടി ഹെൻറി ബക്കർ കോളേജിലേക്ക് ഞാൻ ക്ഷണിക്കുകയാണ്. ഈ മലയാള സമാജത്തിന്റെ ആഭിമുഖ്യത്തിൽ നടത്തിയ നിരവധി മത്സരങ്ങളിൽ വിജയികളായി ഇവിടെ എത്തിയിരിക്കുന്ന ആമിന അതുപോലെ ക്രിസ്റ്റി, ഇവർ രണ്ടുപേരും ഞാൻ പ്രത്യേകം അനുമോദിക്കുകയാണ്.
അതുപോലെ ഏറ്റവും പ്രധാനപ്പെട്ട എനിക്ക് പറയാനുള്ളത് സുജിത വിനോദ്. ഞാൻ ആലോചിക്കുകയായിരുന്നു, ഹെൻറി ബക്കർ കോളേജ് എത്രയോ യുവ കവികളാൽ സമ്പൽ സമൃദ്ധമാണ്, അത് എത്ര അനുഗ്രഹീയമാണ് ഞാൻ ഓർക്കുകയായിരുന്നു. സുജിത എന്നോട് പറഞ്ഞത്, എനിക്ക് വളരെ പെട്ടെന്ന് കവിത എഴുതാൻ പറ്റും, പക്ഷേ കവിത എഴുതി ക്രോഡീകരിച്ചൊരു പുസ്തകമാക്കി മാറ്റാൻ എനിക്ക് സാധിക്കുന്നില്ല സാറേ എന്നൊക്കെ പറഞ്ഞ് എന്നോട് പറയുകയുണ്ടായി. എത്ര മനോഹരമാണ് ഇത്തരം പുസ്തകം, മനോഹരമായാണ് ഇത് ചെയ്തിരിക്കുന്നത്. ഞാൻ പലതും വായിച്ചു നോക്കി, എത്രയോ ആശയങ്ങൾ ശരിക്കും ജീവിതത്തിനും മരണത്തിനും ഇടയ്ക്ക് ഒരു മനുഷ്യന്റെ ജീവിതത്തിന്റെ എല്ലാ മേഖലകളും ടച്ച് ചെയ്തുകൊണ്ട് വളരെ ഭംഗിയായിട്ടുള്ള കവിതകൾ എഴുതിയ ഇന്നിവിടെ നമ്മുടെ ക്ഷണം സ്വീകരിച്ചിട്ട് സുജിത വിനോദം ഞാൻ പ്രത്യേകം അനുമോദിക്കുകയാണ്. വലിയൊരു കവിയത്രിയായിട്ട് മാറട്ടെ, ഈശ്വരനെ അനുഗ്രഹിക്കട്ടെ, ഒച്ചു തെളിയട്ടെ, നന്മയുണ്ടാകട്ടെ മനസ്സിൽ. വിദ്യാഭ്യാസം കൊണ്ട് മാത്രം ഒരിക്കലും മനുഷ്യൻ നല്ലവനാകുന്നില്ല. വിദ്യാഭ്യാസം കൊണ്ട് ഒരു കുടം കമിഴ്ത്തി വെച്ച് വെള്ളം ഒഴിക്കുന്ന പോലെയാണ് യഥാർത്ഥത്തിൽ സംസ്കാരവും വിദ്യാഭ്യാസവും ഒന്നിച്ചു പോയില്ലെങ്കിൽ. അതാണ് നമുക്ക് ഉണ്ടാവേണ്ടതും, അത് ഉണ്ടാകട്ടെ എന്ന് ആത്മാവിനെ ആശംസിക്കുന്നു. കോളേജ് പ്രിൻസിപ്പൽ എന്ന നിലയ്ക്ക് ഈ പറയുന്ന സമാജത്തിന് എല്ലാ കാലത്തും എന്നും ഈ വാതിലുകൾ നിങ്ങൾക്കായി തുറന്നിട്ടിരിക്കും. എപ്പോൾ വേണമെങ്കിലും നിങ്ങൾക്ക് ഇവിടേക്ക് വരാം, ഏത് പരിപാടി ഓർഗനൈസ് ചെയ്യാം, അതിന് 100% സപ്പോർട്ട് ഉണ്ടാകുമെന്ന് കൃത്യം അറിയിച്ചുകൊണ്ട് ഈ പരിപാടി ഹെൻറി ബക്കർ കോളേജ് നടത്തിയതിന് തീർച്ചയായിട്ടും പിന്നിപ്പുറച്ച് രാജകൃഷ്ണ സാറിന്റെ നേതൃത്വത്തിലുള്ള സമാജത്തിലെ എല്ലാ പ്രവർത്തകരെയും നമ്മുടെ കോമ്പരി ദാനിൽ ഉൾപ്പെടെ എല്ലാ അധ്യാപകരെയും ഞാൻ പ്രത്യേകം അനുമോദിക്കുന്നു, നന്ദി അറിയിച്ചുകൊണ്ട് ഈ കോളേജിനോടുള്ള കരുതലും സ്നേഹവും അത്രയും ആ ശാന്തമായ കണ്ണുകളിൽ ഒളിപ്പിച്ചുകൊണ്ട് ഈ വേദിയെ അനുഗ്രഹമായി വേദിയിൽ ഒരു അനുഗ്രഹ സാന്നിധ്യമായി ഏറെ ശാന്തനായി നമ്മോടൊപ്പമുള്ള CSI ഈസ്റ്റ് കേരള മഹാ ഇടവക തിരുമേനി VS ഫ്രാൻസിസ് തിരുമേനിയെ ഏറെ സ്നേഹാദരങ്ങളോടെ അനുഗ്രഹ പ്രഭാഷണത്തിനായി ക്ഷണിച്ചുകൊള്ളുന്നു. നാം ഇന്ന് അനുസ്മരിക്കുന്ന മാത്യു പണിക്കർ എന്ന ശ്രേഷ്ഠ അധ്യാപകനെ അദ്ദേഹത്തിന്റെ ക്ലാസ്സിൽ ഇരുന്ന് പഠിച്ച കുട്ടികൾ, മലയാളം ഡിപ്പാർട്ട്മെന്റുമായിട്ട് ചേർന്ന് പ്രവർത്തിച്ച പ്രിയപ്പെട്ടവര്, അവരെല്ലാം അദ്ദേഹത്തിന്റെ ഓർമ്മയെ ധന്യമാക്കുവാൻ, അതിലൂടെ പുതിയ പുതിയ കാഴ്ചപ്പാടുകൾ, വെളിപ്പെടുത്തലുകൾ നടത്തുവാൻ ഈ മലയാള സമാജം യത്നിക്കുമ്പോൾ പ്രിൻസിപ്പൽ സാർ പറഞ്ഞതുപോലെ ഈ മാത്യു പണിക്കർ സാറുമായിട്ട് എനിക്ക് അങ്ങനെ നേരിട്ട് ബന്ധം ഇല്ല, ഈ കോളേജിലാണ് പഠിപ്പിച്ചിരുന്നത് എങ്കിൽ പോലും. പക്ഷേ അനുസ്മരണത്തിന്റെ പ്രത്യേകത, അതിന്റെ ആവശ്യകതയും ശ്രേഷ്ഠതയും അത് മനസ്സിലാക്കാൻ സാധിക്കും. കാരണം ഇപ്രകാരം ഒരു അനുസ്മരണം ഇല്ലായിരുന്നുവെങ്കിൽ അദ്ദേഹത്തെക്കുറിച്ച് എനിക്ക് പണ്ടുണ്ടായിരുന്ന എന്തറിവാണോ അത് മാത്രമേ എനിക്കുണ്ടായിരിക്കൂ. എന്നാൽ അനുസ്മരണം പൂർവ്വകാലങ്ങളിലുള്ള ആളുകളെക്കുറിച്ച്, പ്രത്യേകിച്ച് മാത്യു പണിക്കർ സാറിനെ പോലുള്ള ആളുകളെക്കുറിച്ചുള്ള അറിവ് ഞങ്ങൾക്ക് നൽകുന്നു, പുത്തൻ തലമുറയ്ക്ക് നൽകുന്നു. ഒരുപക്ഷെ അത് തന്നെയാണ് അതിന്റെ ഉദ്ദേശം. ഈ പ്രോഗ്രാമിനെ കുറിച്ച് എന്നോട് നേരത്തെ വിളിക്കുകയും അതുകൂടാതെ വിഷവോസിൽ വന്ന് എന്നെ ക്ഷണിക്കുകയും ഇതിനെക്കുറിച്ച് ഒരുവിധമല്ല വളരെ നല്ല രീതിയിലുള്ള ഒരു അറിവ് എനിക്ക് പകർന്നു തരികയും ഈ പ്രോഗ്രാമിൽ എന്നെ ക്ഷണിക്കുകയും ചെയ്തത് സ്നേഹമുള്ള മലയാള സമാജം സ്ഥാപകൻ, നമ്മുടെ മുൻ അധ്യാപകനുമായ മലയാളം വിഭാഗ മേധാവിയായ രാജു സാറാണ്. രാജു സാറിനോടുള്ള പ്രത്യേക നന്ദി ഞാൻ സമയത്ത് ഇത്തരണത്തിൽ അറിയിക്കുകയും ചെയ്തു. ഹെൻറി ബക്കർ കോളേജിനെ സംബന്ധിച്ച് അതിന്റെ ഇപ്പോഴത്തെ മാനേജർ എന്നുള്ള നിലയിൽ ഞാൻ നിൽക്കുമ്പോൾ അനേക കാര്യങ്ങൾ പറവാനായിട്ടുണ്ട്, ഓർമ്മയിലുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ടത് ഇതിന്റെ ആ ഗ്രാമീണ അന്തരീക്ഷവും ഇതിന്റെ ആ ഗ്രാമീണ നിഷ്കളങ്കതയും ഒന്ന് നിലനിർത്തണം എന്നുള്ളത് തന്നെയാണ്. എന്നാൽ ആധുനികതയിൽ ഒട്ടും പിന്നോട്ട് പോകാനും പറ്റത്തില്ല. അത് മറ്റുള്ള കലാലയങ്ങളിൽ നിന്ന് ഈ കലാലയത്തെ വേർപെടുത്തി നിർത്തും എന്നുള്ള കാര്യത്തിനും തർക്കമില്ല.
ഒരുപക്ഷെ കവിതയ്ക്കും കഥകൾക്കും ജന്മം നൽകുവാൻ പര്യാപ്തമായ രീതിയിലൊരു അന്തരീക്ഷം ഉണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും അതിവിടെ വരുന്ന കുട്ടികളിൽ അവരുടെ ഉള്ളിലുള്ള ചെറിയ ചെറിയ കലാവാസനകളെ പരിപോഷിപ്പിക്കും എന്നുള്ള കാര്യത്തിന് തർക്കമില്ല. ഇവിടെ ഇന്ന് പറഞ്ഞ പുസ്തകത്തിലെ കുറെ കവിതകളൊക്കെ ഞാനിങ്ങനെ ഓടിച്ചൊന്ന് വായിച്ചു നോക്കി. ഒത്തിരി കാര്യങ്ങളും പലപ്പോഴും ഇതിന്റെ അന്തരീക്ഷവുമായിട്ട് ബന്ധപ്പെട്ടാണ് വരുന്നത്. എല്ലാ കവിതകളും കഥകളും ഒക്കെയും ജന്മം എടുക്കുന്നതും ഭാവനകൾ ജന്മം കൊള്ളുന്നതും രൂപം പ്രാപിക്കുന്നതും ചിറകുവിരിക്കുന്നതെല്ലാം അന്തരീക്ഷവുമായിട്ട് ബന്ധപ്പെട്ടാണ്. അന്തരീക്ഷം വ്യത്യസ്തമാണെങ്കിൽ അവിടെ നിന്നുണ്ടാകുന്ന കലാസൃഷ്ടികളും വ്യത്യസ്തമായിരിക്കും. ചരിത്രം അതാണ് നമ്മളെ ഓർമ്മിപ്പിക്കുന്നത്. എവിടെ നല്ല അന്തരീക്ഷമുണ്ടോ അവിടെ നല്ല ഭാവനകൾ ഉദയം ചെയ്യും. നല്ല അന്തരീക്ഷം നമ്മുടെ വീട്ടിലുണ്ടെങ്കിൽ ആ വീട്ടിൽ വളരുന്ന കുട്ടികൾ നല്ല സർഗവാസനയുള്ളവരായിട്ട് വളർന്നു വരും. മോശം അന്തരീക്ഷമാണ് കുടുംബത്തിലുള്ളതെങ്കിൽ, വീട്ടിലുള്ളതെങ്കിൽ, ഒരു വളർന്ന സാഹചര്യമെങ്കിൽ മോശമായിട്ടുള്ള ഒരു ചിത്രമായിരിക്കും അവരുടെ മനസ്സിൽ ജീവിതത്തെക്കുറിച്ച് ഉണ്ടാകുന്നത്. നമ്മുടെ രാജ്യത്തിന്റെ ചരിത്രം നമ്മൾ നോക്കിയാൽ, അല്ലെങ്കിൽ നമ്മുടെ കേരള ചരിത്രം തന്നെ നമ്മൾ നോക്കിയാലും ഏതെല്ലാം സമയങ്ങളിൽ രാജ്യം സമാധാനപൂർണമായിരുന്നോ അന്നെല്ലാം കലകൾക്ക് ഭയങ്കരമായിട്ടുള്ള പുരോഗതി ഉണ്ടായിരുന്നു. പ്രശ്നസങ്കീർണമായ ലോകത്ത് കലാസൃഷ്ടികൾ അതിന്റെ രൂപവും ഭാവവും വ്യത്യസ്തമായിരുന്നു. ഞാൻ പറഞ്ഞു വരുന്നത്, ആധുനിക ലോകം എന്ന് പറയുന്നത്, വർത്തമാന കാലഘട്ടം എന്ന് പറയുന്നത്, ഒരുപക്ഷെ ഇനി വരാൻ പോകുന്ന കാലഘട്ടം എന്ന് പറയുന്നത് എത്രമാത്രം സുഖകരമായിരിക്കും, സന്തോഷകരമായിരിക്കും എന്നൊന്നും പറയാൻ സാധ്യമല്ല. എന്നാൽ അപ്രകാരമുള്ള അസ്വസ്ഥതകൾ നടന്ന സാഹചര്യത്തിലും മനുഷ്യനെ വീണ്ടും അസ്വസ്ഥരാക്കുവാനല്ല, മറിച്ച് അസ്വസ്ഥതയുടെ നടുവിൽ, പ്രശ്നങ്ങളുടെ നടുവിൽ, പ്രതിബന്ധങ്ങളുടെ നടുവിൽ സമചിത്തതയോടെ അവനെ നിൽക്കാനായിട്ട്, അവളെ നിൽക്കുവാനായിട്ട് പ്രേരിപ്പിക്കുന്ന ഒരു പുത്തൻതലമുറയെ വാർത്തെടുക്കാൻ പ്രേരിപ്പിക്കുന്ന പ്രേരകശക്തിയായിട്ട് ഇപ്രകാരമുള്ള നല്ല അന്തരീക്ഷമുള്ള ഒരു കലാലയത്തിന് ഇടയായി തീരണം എന്നുള്ളത് തന്നെയാണ് എന്റെയും ആഗ്രഹം. അതിന് എനിക്കൊക്കെ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ആഗ്രഹിക്കാൻ മാത്രമേ ഉള്ളൂ. അത് നടപ്പിൽ വരുന്നത് 100% അവിടെ പ്രവർത്തിക്കുന്ന, അതിന് നേതൃത്വം കൊടുക്കുന്ന പ്രിൻസിപ്പൽ, അതിന് കൂടെ പ്രവർത്തിക്കുന്ന വിവിധ ഡിപ്പാർട്ട്മെന്റ് മേധാവികൾ, അധ്യാപകർ, കുട്ടികൾ, പ്രിൻസിപ്പൽ മുതൽ ഏറ്റവും താഴെയുള്ള നോൺ ടീച്ചിങ് സ്റ്റാഫ് ഉൾപ്പെടെയുള്ള എല്ലാവരും ചേർന്നാണ് ആ കാര്യം നിർവഹിക്കുന്നത്. ഇവിടെ സംബന്ധിച്ച് കോളേജ് 1981 തുടങ്ങിയ അന്നു മുതൽ ഇന്നു വരെ ഇവിടെ പ്രവർത്തിച്ച, നേതൃത്വം നൽകിയ പ്രിൻസിപ്പൽമാര്, അധ്യാപകര്, ഡിപ്പാർട്ട്മെന്റ് മേധാവികൾ, അവർ അക്ഷീണം അതിനുവേണ്ടി പരിശ്രമിച്ചു. അതിന് ഏറ്റവും ഉത്തമ ഉദാഹരണമാണ് ഇന്ന് നമ്മളിവിടെ കൂടിയിരിക്കുന്ന മലയാള സമാജം തന്നെ. ഇപ്പോൾ ഇരിക്കുന്ന പ്രിൻസിപ്പളും അദ്ദേഹം ആ ലക്ഷ്യത്തെ ഏറ്റവും ഭംഗിയായിട്ട് നിറവേറ്റുവാനായിട്ട് അക്ഷീണം പരിശ്രമിക്കുന്ന ആളാണ്. ടീച്ചിങ് ആണെങ്കിലും മറ്റേത് പ്രവർത്തന മേഖലയാണേലും ഞങ്ങൾ സാധാരണ അച്ഛന്മാര് ക്ലാസ് എടുക്കുമ്പോഴോട് പറയാറുണ്ട്, ഉപദേശമാർക്ക് ക്ലാസ് എടുക്കുമ്പോൾ പറയാറുണ്ട്, നിങ്ങൾ ഇഷ്ടപ്പെട്ട് ആ ജോലി ചെയ്യണം, ഇഷ്ടപ്പെട്ട് ചെയ്യണം, ഇഷ്ടപ്പെട്ട് ജോലി ചെയ്യണം. നിങ്ങൾക്ക് ആ തൊഴിൽ ഇഷ്ടമില്ലെങ്കിൽ നിങ്ങൾക്ക് അവിടെ ശ്രമിക്കാനായിട്ട് പറ്റത്തില്ല എന്നവരോട് പറയാറുണ്ട്. കാരണം ഞങ്ങൾ വേറൊരു മേഖലയാണ്. അവർ ഇവിടെ ഇഷ്ടപ്പെട്ടാണ് ഇവിടെ അവർ പ്രവർത്തിക്കുന്നത്. അങ്ങനെ പ്രവർത്തിച്ച ഒരാളാണ് നമുക്ക് ഈ സമാജത്തിന് നേതൃത്വം കൊടുക്കുന്ന രാജു സാർ. അപ്രകാരം പ്രവർത്തിച്ച ഒരാളാണ് ഇന്ന് നമ്മൾ ഓർക്കുന്ന ഈ മാത്യു പണിക്കർ സാർ. ഇഷ്ടപ്പെട്ട് അദ്ദേഹത്തിന്റെ ആ തൊഴിലിനെ, ആ വിഷയത്തെ ഇഷ്ടപ്പെട്ടു. തൊഴിലിനെയും വിഷയത്തെ ഇഷ്ടപ്പെടുമ്പോൾ അതുമായിട്ട് ബന്ധപ്പെടുന്ന ആൾക്കാരെയും ഇഷ്ടപ്പെടും. ആ ഉള്ള ഒരു ഇഷ്ടമാണ് ഇന്ന് ഇത്രയും പേരെ ഇവിടെ കൂട്ടിവരുത്തിയത്. ഒരുപക്ഷെ ഇവിടെ ശലഭഗീതം എന്ന് പറഞ്ഞ ആ ഒരു പുസ്തകത്തിന്റെ, കവിതാ സമാഹാരത്തിന്റെ അതിന്റെ രൂപീകരണത്തിനും മറ്റ് തണൽ എന്ന് പറഞ്ഞ പുസ്തകത്തിന്റെ അകത്ത് ധാരാളം ആൾക്കാർ എഴുതിയിരിക്കുന്നതെല്ലാം ആ ഒരു ബന്ധത്തിന്റെ ഓർമ്മയുടെ പ്രതിഫലനമാണ്. തീർച്ചയായിട്ടും ഇന്നും ആ ഒരു ശക്തമായ നേതൃത്വത്തിൽ കാര്യങ്ങൾ കൊണ്ടുപോകാനായിട്ട് ഇപ്പോഴത്തെ നേതൃത്വത്തിനും അധ്യാപകർക്കും സാധിക്കുന്നു എന്നുള്ളത് ഞാൻ ഈ സമയത്ത് എടുത്തു പറയട്ടെ. പറഞ്ഞു വരുന്നത്, ഇത് ഇവിടെയും അതുപോലെ തന്നെ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഇത് കേൾക്കുന്ന എല്ലാവർക്കും നമ്മുടെ കോളേജ്, മേലുകാവ് ഹെൻറി ബേക്കർ കോളേജ്
ഒരു അനുഗ്രഹമായി തീരട്ടെ. ഇവിടെ പഠിച്ചവര് അവരിവിടെ നിന്ന് ഉൾക്കൊണ്ടതായിട്ടുള്ള ആന്തരിക ശക്തീകരണത്തിന് അവരെ പ്രേരിപ്പിക്കുന്ന അല്ലെങ്കിൽ ശക്തി അവരുടെ ദൈനംദിന ജീവിതത്തിന് ഗുണകരമായി തീരട്ടെ. അവർക്ക് മാത്രമല്ല, അത് വരുന്ന തലമുറയ്ക്കും അത് അപ്രകാരമായി തീരട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ഇന്ന് നമ്മള് ശ്രീമതി ഇന്ദിരാഗാന്ധിയുടെ ചരമദിനം നമ്മൾ ഓർത്തു. രാഷ്ട്ര പുനർനിർമ്മാണ ദിനമായിട്ട് നമ്മൾ ഓർത്തു. പുനരർപ്പണ ദിനമായിട്ട് നമ്മൾ ഓർത്തു. അതിലേക്ക് ഒരു ലക്ഷ്യമുണ്ട്, ഓർമ്മയാണ്. എന്താണ് അവര് ചെയ്തത്? ഓർമ്മയാണ്. വിശുദ്ധ വേദപുസ്തകത്തിൽ എപ്പോഴും പറയുന്നൊരു കാര്യം ഓർമ്മിക്കണം എന്നുള്ളതാണ്. നമുക്കെല്ലാവർക്കും അറിയാവുന്ന പെസഹായെക്കുറിച്ച് അല്ലെങ്കിൽ പെസഹ പെരുന്നാളിനെ കുറിച്ച് പറയുമ്പോൾ പ്രകാരമാണ് പറഞ്ഞിരിക്കുന്നത്, ഈ ദിവസം നിങ്ങൾക്ക് ഓർമ്മ നാളായിരിക്കണം. ഈ ദിവസം നിങ്ങൾക്ക് ഓർമ്മ നാളായിരിക്കണം. നിങ്ങളത് യഹോവയ്ക്ക് ഉത്സവമായി ആചരിക്കണം. തലമുറ തലമുറയായും നിത്യനിയമമായും നിങ്ങളത് ആചരിക്കണം. ഇന്നലകളിലെ ഓർമ്മകൾ ഇന്നിന്റെ യാഥാർത്ഥ്യങ്ങളുമായി യോജിപ്പിച്ച് രൂപപ്പെടുത്തി നാളത്തെ ശോഭനമായ ഭാവിക്കും തലമുറയ്ക്കും പ്രയോജനപ്പെടുത്തുവാൻ ആണ് അനുസ്മരണങ്ങളും ഓർമ്മ പെരുന്നാളുകളും കൊണ്ട് അർത്ഥമാക്കണം. അങ്ങനെ സംഭവിക്കുന്നില്ലെങ്കിൽ അത് അർത്ഥശൂന്യമാണ്. നമ്മളിന്ന് ഓർക്കുന്ന മാത്യു പണിക്കർ സാറിനെ കുറിച്ചുള്ള നല്ല ഓർമ്മകൾ, കഴിഞ്ഞ കാലത്തെ അദ്ദേഹത്തിൽ നമ്മൾ കണ്ടതായ നല്ല ഗുണങ്ങൾ, സദ്ഗുണങ്ങൾ, ഒരുപക്ഷെ അദ്ദേഹത്തിന്റെ നേരത്തെയുള്ള വിയോഗം നമുക്ക് ഉത്തരം കിട്ടാത്തൊരു ചോദ്യമായി നിൽക്കുമ്പോൾ തന്നെ അത് മാത്രമല്ല, ഒത്തിരി കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉത്തരം കിട്ടാത്ത ചോദ്യങ്ങളുണ്ട്. എന്നാൽ അതിനേക്കാൾ അപ്പുറമായി പ്രിൻസിപ്പൽ സാർ പറഞ്ഞ പോലെ അവർ മരിക്കുന്നില്ല. അതിനേക്കാൾ അപ്പുറമായി അവരിൽ നമ്മൾ ദർശിച്ച സദ്ഗുണങ്ങളുടെ ശ്രേഷ്ഠത വർത്തമാനകാലവുമായിട്ടൊന്ന് ബന്ധിപ്പിച്ച് അതിനൊരു പുതിയ ഭാവം രൂപം നൽകി കഥകളിലൂടെ കവിതകളിലൂടെ അതിന് ഒരു രൂപം നൽകി പുതിയ ആൾക്കാർക്ക് പരിചയപ്പെടുത്തുമ്പോൾ, പുത്തൻ തലമുറയ്ക്ക് പരിചയപ്പെടുത്തുമ്പോൾ അത് അവരുടെ ഭാവി അല്ലെങ്കിൽ ഭാവി തലമുറയ്ക്ക് ഗുണകരമായി തീരണം. നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന മൂല്യങ്ങളുടെ സ്ഥിരമായിട്ടുള്ള നഷ്ടത്തിനല്ല, നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന മൂല്യങ്ങളുടെ സൽഗുണങ്ങളുടെ പരിപോഷണത്തിന് ഇതെല്ലാം ഉതകണം എന്നാണ് ഞാൻ പറഞ്ഞു വന്നതിന്റെ സാർ. ഇതില് എനിക്ക് തോന്നുന്നത് ഭാഷയ്ക്കാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകമുള്ളത്. തീർച്ചയായിട്ടും നമ്മളെ സംബന്ധിച്ച് പറഞ്ഞാൽ മലയാള ഭാഷ അതിന് പ്രത്യേകമായിട്ടൊരു പ്രത്യേകത ഉണ്ട്. അത് നമ്മൾ ചെയ്യണം. അതിലൂടെ നമുക്ക് സംഘടിക്കാൻ സാധിക്കും. വേറെ ഏതെങ്കിലും ഒരു ഭാഷകൾ മറ്റൊരു വിഷയത്തിൽ അങ്ങനെ കൂടി വരാൻ പറ്റുന്നത് വെച്ചാൽ ഒരുപക്ഷെ സാധിക്കുമായിരിക്കും. പക്ഷെ ഇതിന്റെ ഒരു സ്വാധീനം എന്ന് പറയുന്നത് വേറെയാണ്. അത് നമ്മുടെ ഉള്ളിലേക്കും നമ്മുടെ ഭാവനയുടെ അങ്ങേയറ്റത്തേക്ക് നമ്മളെ കൊണ്ടുപോകും. മറ്റു കാര്യങ്ങൾക്ക് അങ്ങനെ ഇല്ല എന്നാണ് മറ്റ് വിഷയങ്ങൾക്ക് അങ്ങനെ ഇല്ല എന്ന് എനിക്ക് തോന്നുന്നത്. ഒരുപക്ഷെ നിങ്ങൾക്ക് അതിനെക്കുറിച്ച് കൂടുതലായിട്ട് അറിയാമായിരിക്കും. അപ്പോൾ മലയാള ഭാഷ ആ ഒരു പഠനം, അതിനോടുള്ള ഇഷ്ടം, അത് കൈകാര്യം ചെയ്യാനുള്ള താല്പര്യം ഒക്കെയും നമ്മളെ അതിലേക്ക് കൊണ്ടുപോകണം, നയിക്കണം. അതിനുവേണ്ടി യത്നിക്കുന്ന രാജു സാറിനും അതുപോലെ ഇന്ന് കവിതാ സമാഹാരങ്ങളിൽ പ്രസിദ്ധീകരിക്കുന്ന സുനിതയ്ക്കും അതിന് നല്ല പ്രോത്സാഹനം കൊടുക്കുന്ന അവരുടെ ഭർത്താവ് വിനോദ് സാറിനും അതുപോലെ ഇവിടെ കൂടി വന്നിരിക്കുന്ന എല്ലാവർക്കും, ഇപ്പോൾ നമ്മുടെ കോളേജില് ഇതിന് മലയാളം വിഭാഗത്തിന് നേതൃത്വം നൽകുന്ന പ്രൊഫസർ സൗമ്യയ്ക്കും നിങ്ങൾക്ക് എല്ലാവർക്കും എല്ലാവിധമായ ആശംസകളും അനുഗ്രഹങ്ങളും ഞാൻ ഈ സമയത്ത് നേരുന്നു. ദൈവം ധാരാളമായി നമ്മെ അനുഗ്രഹിക്കട്ടെ. സദ്ഗുണങ്ങൾ പ്രോത്സാഹിപ്പിക്കപ്പെടുവാൻ നമ്മുടെ ഈ കഴിവുകളെ നമുക്ക് ഉപയോഗിക്കാം. ഇവരിൽ കണ്ട, ഈ നമ്മെ വിട്ട് കടന്നുപോയ, നമ്മൾ ഓർമ്മിക്കുന്ന മാത്യു സാറിൽ കണ്ട, അതുപോലെ മറ്റ് അനേകരിൽ കണ്ട, ഈ കോളേജിന്റെ സ്ഥാപക പ്രിൻസിപ്പളായിരുന്ന ബഹുമാനമുള്ള ആർ ബി സാറിൽ കണ്ട ആ സൽഗുണങ്ങൾ നമ്മളിലും അത് നിറഞ്ഞു നിൽക്കുവാൻ, നമ്മളിലൂടെ പുത്തൻ തലമുറയ്ക്ക് അത് കൈമാറ്റപ്പെടുവാനും ഇടയായി തീരട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. എല്ലാവിധമായ അനുഗ്രഹങ്ങളും എല്ലാവിധമായ ആശംസകളും മലയാള സമാജത്തിനും പൂർവ്വ വിദ്യാർത്ഥി സംഗമത്തിനും ഈ കുടിവരവ് നേരുന്നു. ദൈവം നമ്മളെ ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. അടുത്തതായി മലയാള സമാജത്തിന്റെ സ്വകാര്യ അഹങ്കാരമായ ശ്രീമതി സുജിത വിനോദിന്റെ ശതകഗീതങ്ങൾ
എന്ന കവിതാ സമാഹാരത്തിന്റെ പ്രകാശന ചടങ്ങാണ് ഇവിടെ നടക്കുന്നത്. ഇതിലേക്കായി മീനച്ചിൽ താലൂക്ക് ലൈബ്രറി പ്രസിഡന്റ് ഡോക്ടർ സിന്ധുമോൾ ജേക്കബിനെ ആദരപൂർവ്വം ക്ഷണിച്ചുകൊള്ളുന്നു. ഈ കോവിഡ് കാലഘട്ടങ്ങളിലും വളരെ അടുക്കോടും ചിട്ടയോടും മനോഹാരിതയോടും കൂടി ഏറെ വൈകാരികവും അതോടൊപ്പം തന്നെ ഗൃഹാതുരത്വ സ്മരണകൾ ഉയർത്തുന്നതുമായ ഒരു പരിപാടിയാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഒരുപക്ഷെ 10 വർഷങ്ങൾക്ക് മുൻപ് ഈ കാമ്പസിൽ കൂടെ നടന്ന് നിങ്ങളെല്ലാം മലയാളം പഠിപ്പിച്ച് നിങ്ങളുടെ എല്ലാം ഹൃദയത്തില് ചിരപ്രതിഷ്ഠ നേടിയ, ഒരിക്കലും മരിക്കാത്ത ഏറ്റവും പ്രിയങ്കരനായ മാത്യു സാറിന്റെ ഓർമ്മകൾ ഈ കാലഘട്ടത്തിലും നിങ്ങൾ ദീപ്തമായ സ്മരണകൾ അയവിറക്കിക്കൊണ്ട് അതോടൊപ്പം തന്നെ നിങ്ങളുടെ ചെറുപ്പകാലങ്ങളിലേക്ക് തിരിച്ചു വന്ന് നിങ്ങളിൽ ഒരാളുടെ പുസ്തക പ്രകാശനവും ഇതോടൊപ്പം നടത്തുന്നു എന്ന് പറയുമ്പോൾ വളരെ മനോഹരമായ സാംസ്കാരികമായ ഒരു ചടങ്ങിനാണ് എനിക്കും സാക്ഷ്യം വഹിക്കുവാൻ അല്ലെങ്കിൽ നിങ്ങളോടൊപ്പം ആയിരിക്കുവാൻ സാധിച്ചത് എന്നുള്ളതിൽ ഏറ്റവും നന്ദിയോടെ ഈ കോളേജിനെയും ഇതിന്റെ സംഘാടകരെയും നിങ്ങളെ ഓരോരുത്തരെയും മലയാള സമാജത്തെയും ഓർക്കട്ടെ. തീർച്ചയായും എന്റെ അയൽപക്കക്കാരിയായ എന്റെ നാട്ടുകാരിയായ സുജിത വിനോദ് എന്ന എഴുത്തുകാരി ഞങ്ങളുടെ നാടിന് സംഭാവന ചെയ്തത് ഈ ഹെൻറി ബെക്കർ കോളേജ് ആണ് എന്നുള്ളത് തന്നെ ഇവിടെ വന്നപ്പോൾ തന്നെ ഞാനും ആ ഒരു വൈകാരിക തലത്തിലേക്കാണ് ഈ ചടങ്ങിൽ നിൽക്കുന്നത്. സുജിത തന്റെ ആമുഖത്തിൽ എഴുതിയിട്ടുണ്ട്, എന്നെ പഠിപ്പിച്ച, എന്നെ പുസ്തകം വായിക്കുവാൻ പ്രേരിപ്പിച്ച, വായനയുടെ ലോകത്തിലേക്കും എഴുത്തിന്റെ ലോകത്തിലേക്കും കൈപിടിച്ചുയർത്തിയത് മാത്യു സാറാണ് എന്ന്. ആ മാത്യു സാറിന്റെ ദീപ്തമായ ഓർമ്മകൾ നമ്മൾ ആചരിക്കുന്നതോടൊപ്പം തന്നെ എല്ലാവിധ പ്രോത്സാഹനവും കൊടുത്ത രാജു സാറിന്റെയും അതുപോലെ ഈ കോളേജിന്റെ ഇപ്പോഴത്തെ പ്രിൻസിപ്പലിന്റെയും നമ്മുടെ തിരുമേനിയുടെയും എല്ലാ സാന്നിധ്യത്തിൽ, അതേപോലെ മലയാളം വിഭാഗം ഹെഡ് ഉൾപ്പെടെയുള്ള ആളുകൾ നിറഞ്ഞു നിൽക്കുന്ന ഈ സദസ്സിൽ ഇതുപോലൊരു പുസ്തക പ്രകാശനം നടത്തുക എന്ന് പറയുന്നത് തീർച്ചയായും സുജിതയുടെ ജീവിതത്തിലും ആ ഭാഗമായി ഇവിടെ വന്നു ചേർന്ന ഞാനും ഏറ്റവും ഹൃദ്യമായി തന്നെ ഈ ദിവസത്തെ എന്റെ ജീവിതത്തിന്റെ ഭാഗമായും നിലനിർത്തും എന്നുകൂടെ ഞാൻ ഓർമ്മിപ്പിക്കട്ടെ. സുജിത നിസ്സാരക്കാരിയല്ല എന്ന് ഈ പുസ്തകം വായിക്കുമ്പോൾ നമുക്ക്, അല്ലെങ്കിൽ കവിതാ സമാഹാരത്തിൽ കൂടെ കണ്ണോടിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും. 70ഓളം കവിതകൾ, ഗുരു മുതൽ ശ്രീനാരായണ ഗുരു മുതൽ അമ്മ വരെയുള്ള 70ഓളം കവിതകളെ കൂടിച്ചേർത്തുകൊണ്ടാണ് ശലഭഗീതങ്ങൾ എന്നുള്ള ഈ കവിതാ സമാഹാരം ഇവിടെ ഇന്ന് പുറത്തിറക്കാൻ പോകുന്നത്. ജാതിക്കും മതത്തിനുമെതിരെ യുദ്ധം ചെയ്തുകൊണ്ട് ജാതിമത ചിന്തകൾക്ക് അതീതമായി മനുഷ്യനാണ്, മാനവികതയ്ക്കാണ് കൂടുതൽ പ്രാധാന്യം കൊടുക്കേണ്ടത് എന്ന് ഉച്ചസ്ഥരം വിളിച്ചു പറഞ്ഞ മഹാനായ നവോത്ഥാന നായകൻ ശ്രീനാരായണ ഗുരുവിന് തുടക്കമിട്ടുകൊണ്ട് നമുക്കറിയാം, എഴുത്തുകാരനായ കവിയായ വള്ളത്തോൾ പ്രതിപാദിച്ചതുപോലെ ഒരു കുഞ്ഞ് ജനിച്ചു വീഴുമ്പോൾ ആ കുഞ്ഞിന്റെ വായിലേക്ക് അമ്മിഞ്ഞപ്പാൽ ഇറ്റുകൊടുക്കുന്നതോടൊപ്പം തന്നെ അവൻ അമ്മ എന്നുള്ള ആ 2 അക്ഷരമാണ് ഉരിയാടുന്നത്. ആ അമ്മയോടാണ് മലയാള ഭാഷയെ ഉപമിച്ചിരിക്കുന്നത്. അപ്പൊ അത്തരത്തിൽ മാതൃത്വത്തോടും ഗുരുത്വത്തോടും കൂടി തന്നെ മലയാള ഭാഷയ്ക്ക് കൂടുതൽ പ്രാധാന്യം കൊടുക്കുകയും ഇന്ന് ഈ കാലഘട്ടത്തിൽ മലയാള ഭാഷയെ അന്യം നിന്നുകൊണ്ട് അന്യവൽക്കരിച്ചുകൊണ്ട് ആംഗലേയ ഭാഷകളിലേക്കും മറ്റു ഭാഷാ സംസ്കൃതിയിലേക്കും നമ്മൾ കടന്നു പോകുമ്പോഴും തന്റെ അമ്മയെ മറക്കാതെ, പിറന്ന നാടിനെ മറക്കാതെ, സംസ്കാരത്തെയും പൈതൃകത്തെയും മറക്കാതെ ഈ മലയാള വിഭാഗം സംഘടിപ്പിക്കുന്ന ഈ പരിപാടി എത്രമാത്രം അർത്ഥവത്താണ് എന്ന് ഞാൻ കരുതുകയായിരുന്നു. ഞാനും ഇവിടെ ഇരുന്നപ്പോൾ എന്റെ കാമ്പസ് ജീവിതത്തിലേക്ക്, ഞാൻ നിർമ്മല കോളേജ് മൂവാറ്റുപുഴയിലാണ് എന്റെ ചെറിയ കാമ്പസ് ജീവിതം നടന്നത്. അതിനുശേഷം പിന്നെ ഹോമിയോ കോളേജിലേക്ക് ഹോമിയോ ബിരുദവുമായി ബന്ധപ്പെട്ട് പോവുകയായിരുന്നു. അപ്പൊ തീർച്ചയായും നമ്മളെല്ലാം പഴയ കാലങ്ങളിലേക്ക് ഈ നിങ്ങളുടെ ഈ ചെറിയ പരിപാടി കടന്നുപോയി, അല്ലെങ്കിൽ അതിൽ കൂടെ നമ്മളും കടന്നുപോയി എന്നുള്ളതാണ് ഇന്ന് ഏറ്റവും പ്രത്യേകതയായി തോന്നുന്നത്. അതുപോലെ ഒരു കവി ജനിക്കുന്നത്, അല്ലെങ്കിൽ ഒരു കവയിത്രി, എഴുത്തുകാരി
ഒരുപക്ഷെ തന്റെ ജീവിത അനുഭവങ്ങളിൽ കൂടെ നടന്നു വന്ന അല്ലെങ്കിൽ കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ ജനിച്ച് ജീവിച്ച് വളർന്നു വന്ന സാഹചര്യങ്ങളിൽ കൂടെ തന്റെ കുടുംബജീവിതത്തിൽ കൂടെ തന്റെ കുട്ടിക്കാലത്ത് കൂടെ ആ പ്രണയവും ജീവിതവും സൗരഭ്യവുമുള്ള ഈ കാമ്പസ് ജീവിതത്തിൽ കൂടെ ഒക്കെ കടന്നു പോകുമ്പോൾ തനിക്ക് അനുഭവിച്ച അല്ലെങ്കിൽ തന്റെ ബുദ്ധിയിലും വികാരത്തിലും പ്രകടമായ ആ ചിന്തകളെ സ്വാംശീകരിച്ചുകൊണ്ട് അത് തന്റെ തൂലികയിലൂടെ അക്ഷരമായി പുസ്തകത്തിലേക്ക് വരുമ്പോഴാണ് ഒരു കവിതാ സമാഹാരം ജനിക്കുന്നത്. നമുക്കറിയാം പണ്ട് കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ പി എൻ പണിക്കർ, ഗ്രന്ഥശാല സംഘത്തിന്റെ ഉപജ്ഞാതാവ് പി എൻ പണിക്കർ സാക്ഷര കേരളവുമായി ബന്ധപ്പെട്ട് കാസർഗോഡ് മുതൽ കന്യാകുമാരി വരെ നടന്ന് യാത്ര ചെയ്ത സമയത്തിൽ പാട്ടുപാടിയത് നിങ്ങൾ ഒരുപക്ഷെ ഓർക്കുന്നുണ്ടായിരിക്കും. എന്താണ്? പട്ടിണി കിടന്ന മനുഷ്യ നീ പുസ്തകം കയ്യിലെടുത്തോളൂ, പുത്തനൊരായുധമായി പുസ്തകം കയ്യിലെടുത്തോളൂ എന്നാണ് ആ ഗ്രന്ഥശാല സംഘത്തിന്റെ ഉപജ്ഞാതാവ് ശ്രീ പി എൻ പണിക്കർ പാടിയത്. എന്താണ്? അനീതിക്കെതിരെ, അക്രമത്തിനെതിരെ, ചൂഷണങ്ങൾക്കെതിരെ പോരാടുവാൻ ആയുധമല്ല, അതിനേക്കാൾ അപ്പുറമായി പുസ്തകമെന്ന ആയുധം നീ കയ്യിലെടുത്താൽ ഇത്തരത്തിലുള്ള ആളുകൾക്കെതിരെ പ്രചോദനമായി സമൂഹത്തിൽ നിലനിൽക്കുവാൻ സാധിക്കുമെന്നുള്ളതാണ് ആ അക്ഷരത്തിന്റെ പ്രത്യേകത, അല്ലെ തൂലികയുടെ പ്രത്യേകത. നമ്മുടെ ആത്മാവിന്റെ അംശങ്ങളിൽ നിന്നും നമ്മൾ പുറത്തേക്ക് വരുന്നത് തീർച്ചയായും നമ്മുടെ ആശയങ്ങളാണ് എന്നുള്ളതിന് യാതൊരു തർക്കവുമില്ല. അത്തരത്തിൽ തന്നെ നമുക്കറിയാം ഷെല്ലി പറഞ്ഞതുപോലെ വികാരങ്ങളുടെ പ്രകടനം, ആ വികാരങ്ങൾ വാക്കുകളായി അതൊരു സംഗീതമായി പുസ്തക രൂപത്തിലേക്ക് എഴുതുമ്പോഴാണ് കവിത ഉണ്ടാകുന്നത്. ഏറ്റവും ബഹുമാന്യനായ എഴുത്തുകാരൻ വിജയൻ മാഷ്, എം.എൻ. വിജയൻ മാഷ് എന്താണ് പറഞ്ഞത്? പദങ്ങളെ അർത്ഥവത്താക്കി നൃത്തം ചെയ്യിപ്പിക്കുന്നത് ആരോ അതാണ് കവി അല്ലെങ്കിൽ കവയിത്രി എന്നാണ് പറഞ്ഞത്. അപ്പൊ അതുകൊണ്ട് തന്നെ സുജിത അവളുടെ ജീവിതത്തിലെ കഴിഞ്ഞ കാലഘട്ടങ്ങൾ കണ്ടതും കേട്ടതും സ്വാംശീകരിച്ചതുമെല്ലാം അത് തൂലികയിൽ കൂടെ പുസ്തക രൂപത്തിലേക്ക് ആയപ്പോൾ വളരെ മനോഹരമായ ശലഭഗീതങ്ങളായി എന്ന് പറയുമ്പോൾ തീർച്ചയായും സുജിതയെ പ്രിയപ്പെട്ട ഞങ്ങളുടെ നാട് ഉഴവൂരിനും, സുജിത ഉഴവൂരുകാരിയാണ്, ആ നാട്ടിൽ നിന്നുമാണ് താലൂക്ക് ലൈബ്രറി കൌൺസിലിന്റെ അധ്യക്ഷ സ്ഥാനത്തേക്ക് ഞാനും എത്തിയിരിക്കുന്നത്. ഞങ്ങളുടെ ഉഴവൂരിനെ കുറിച്ചും ഞങ്ങളുടെ ഗ്രന്ഥശാലയെക്കുറിച്ചും ആ നാട്ടിലെ പൈതൃകമായി 1946 ഉള്ള ഒരു ഗ്രന്ഥശാലയുണ്ട്. ഞാനിവിടെ വന്നപ്പോൾ ഗിരീഷ് സാർ എന്താണെന്ന് എനിക്കറിയില്ല, ഞങ്ങളുടെ ആ നാടിന്റെ ഗ്രന്ഥശാലയെ കുറിച്ച് ചോദിക്കുകയുണ്ട്. വളരെ അഭിമാനത്തോടുകൂടി ഞാനത് കേട്ടിരുന്നു. കാരണം ഉഴവൂർ എന്ന കൊച്ചു ഗ്രാമത്തെ കുറിച്ച് പ്രതിപാദിക്കുമ്പോൾ അതിന്റെ മാനവ സംസ്കൃതിയുടെ നെടും തൂണുകളാണ് ഗ്രന്ഥശാലകൾ എന്ന് പറയുന്നത്, അല്ലെ? തീർച്ചയായും ആ നാടിന് വേറൊരു പ്രത്യേകത കൂടിയുണ്ട്. ഡോക്ടർ കെ.ആർ. നാരായണനെ പോലെ വിശ്വപൗരനായി മാറിയ ജാതി ജന്മി നാടുവാഴുത്ത വ്യവസ്ഥിതിക്കെതിരെയും ദാരിദ്ര്യത്തിനെതിരെയും പോരാടി 100 വർഷങ്ങൾക്ക് മുൻപ് 1920 കാലഘട്ടങ്ങളിൽ നമ്മുടെ നാട്ടിൽ ഒരുപക്ഷെ അന്ന് ജാതി ചിന്തകളൊക്കെ ഏറെ ഉണ്ടായിരുന്ന ഒരു ഇരുളടഞ്ഞ ആ കാലഘട്ടത്തിൽ ഒരു ദളിതനായി ജനിച്ച് ജീവിച്ച് ഒരു എന്താ പറയുന്നത് കഞ്ഞി കുടിക്കുവാൻ പോലും നിവൃത്തിയില്ലാതെ ദാരിദ്ര്യത്തിൽ നിന്നും പടുത്തുയർന്ന് എവിടം വരെ എത്തി? ആഗോളതലത്തിൽ വിശ്വപൗരനായി ഇന്ത്യയുടെ പ്രസിഡന്റായി വളർന്നു വന്ന ഡോക്ടർ കെ.ആർ. നാരായണന്റെ ജന്മ നാട്ടിൽ നിന്നാണ് ഞാനും സുജിതയുമൊക്കെ വന്നു ചേർന്നതല്ല ഇവിടെ എത്തി നിൽക്കുന്നു എന്ന് പറയുമ്പോൾ ആ ഗ്രാമത്തെക്കുറിച്ചും അതിലെ കൈവഴികളെക്കുറിച്ചും നടന്നു കയറിയ ആ നാടിനെക്കുറിച്ചും അതുപോലെ തന്നെ സുജിതയുടെ ഭർത്താവ് വിനോദ് ഞങ്ങളുടെ ലൈബ്രറിയുടെ ജയ്ഹിന്ദ് പബ്ലിക് ലൈബ്രറിയുടെ സെക്രട്ടറിയായി വളരെ വർഷക്കാലം അദ്ദേഹം വളരെ നമുക്കറിയാം ഒരു ലൈബ്രറിയുടെ സെക്രട്ടറി എന്നൊക്കെ പറയുന്നത് സേവനമാണ്. 1 രൂപ പോലും ഫീസില്ലാതെ സേവനമായി അവർ ആ ലൈബ്രറിയെ ഒത്തിരി വർഷക്കാലം കൊണ്ടുനടന്നു. ഇന്ന് ആ ലൈബ്രറിയുടെ പ്രസിഡന്റായി ഞാനും നിൽക്കുമ്പോൾ തീർച്ചയായും ഇത്തരത്തിലുള്ള അറിവുകൾ സമൂഹത്തിന് പങ്കുവെക്കുമ്പോൾ ആ കുടുംബം എത്രമാത്രം ശുചിതയുടെ പിന്നിലുണ്ട് എന്നുള്ളതും തീർച്ചയായും ഈ സമയത്തിൽ നമ്മൾ പ്രത്യേകമായി ഓർമ്മിപ്പിക്കുകയാണ്. ഇവിടെ പ്രാരംഭത്തിൽ തന്നെ സൂചിപ്പിച്ചതുപോലെ വളരെ ചുരുക്കണം എന്നുള്ളത് കൊണ്ട് ഞാൻ അധികം നീട്ടുന്നില്ല. ഏറ്റവും പ്രിയപ്പെട്ട മലയാള സമാജത്തിന്റെയും പൂർവ്വ വിദ്യാർത്ഥികളുടെ സംഘടനയെ ഇത്രയും മനോഹരമായി പരിപാടി സംഘടിപ്പിച്ച നിങ്ങൾക്ക് ഏവർക്കും ഞാൻ നന്ദി പറയുന്നു. പ്രത്യേകിച്ചും ഞങ്ങളുടെ നാട്ടുകാരിയായ ഈ നാട്ടിലെ നിങ്ങളോടൊപ്പം നിൽക്കുന്ന സുജിതയ്ക്ക് ആദരവ് കൊടുക്കുകയും അവരുടെ പുസ്തക പ്രകാശനം ഈ കാമ്പസിൽ വെച്ച് നടത്തുകയും ചെയ്യുക എന്നുള്ളത് തീർച്ചയായും വലിയ കാര്യം തന്നെയാണ്. അതുപോലെ ഈ ഇവിടുത്തെ ഇപ്പോഴത്തെ പ്രിൻസിപ്പൽ സാർ പറയുകയുണ്ടായി ഗ്രന്ഥശാലയെയും ലൈബ്രറിയെയും ഒക്കെ എങ്ങനെയാണ് ഈ ഹെൻറി ബേക്കർ സ്കൂള് എത്രമാത്രം കരുതലോടെയാണ് കാണുന്നതെന്ന്. തീർച്ചയായും ഈ കോളേജ് തലത്തിൽ നിന്ന് സാധാരണ എല്ലാ കോളേജുകളിലും ലൈബ്രറികളുണ്ട്. അതിൽ നിന്നുള്ള ഒരു പ്രത്യേകത എന്ന് പറയുന്നത് കമ്മ്യൂണിറ്റിയിലേക്ക് ഇറങ്ങിച്ചെന്ന് ഒരു ട്രൈബൽ ഏരിയയായ മേലുകാവ് പോലുള്ള ഒരു പ്രദേശത്തെ സാധാരണക്കാരായ
മക്കൾക്ക് വളർന്നു പഠിക്കുന്നതിന് അവർ 1ാം ക്ലാസ് മുതൽ IAS വരെയോ IIT വരെയോ എയിംസ് വരെയോ ഒക്കെ എത്തുവാൻ വേണ്ടിയിട്ട് അവർക്ക് ഉന്നത വിദ്യാഭ്യാസത്തിന് വേണ്ടിയുള്ള പഠന സൗകര്യങ്ങൾ ക്രമീകരിക്കുന്നതിന് വേണ്ടി ഒരു കമ്മ്യൂണിറ്റി ലൈബ്രറി ലക്ഷക്കണക്കിന് രൂപ മുടക്കി ഈ കോളേജ് ചെയ്തു കൊടുത്തു എന്ന് പറയുമ്പോൾ തീർച്ചയായും ഞങ്ങളെ പോലുള്ള ഗ്രന്ഥശാല സംഘത്തിന്റെ ഭാഗമായി നിൽക്കുന്നവർ വളരെ നന്ദിയോടെയാണ് അത് കേട്ടുനിന്നത്. അപ്പൊ അത്തരത്തിൽ കുട്ടികൾക്ക് ആവശ്യമുള്ള വിഭവങ്ങൾ കൊടുക്കുക, അല്ലെ? ഒന്ന് ആലോചിച്ച് നോക്കുക. വളരെ ദരിദ്രമായ അവസ്ഥയിൽ ജീവിക്കുന്ന കുട്ടികൾക്ക് റഫറൻസ് ഗ്രന്ഥങ്ങളൊന്നും നമുക്ക് വില കൊടുത്ത് മേടിക്കുവാൻ നിവർത്തിയില്ല. അപ്പൊ അത്തരത്തിലുള്ള കുട്ടികൾക്ക് റഫറൻസ് കൊടുക്കുവാൻ വേണ്ടി ഒരു ഗ്രന്ഥശാല അല്ലെങ്കിൽ ഒരു ലൈബ്രറി ആ പ്രദേശത്തുണ്ടെങ്കിൽ അവർക്ക് ആവശ്യത്തിനുള്ള ഒരു സോഴ്സ് നമ്മൾ കൊടുക്കുകയാണ്. അപ്പൊ അങ്ങനെ നമ്മുടെ കുട്ടികളുടെ വ്യക്തിത്വ വികസനത്തിന് സ്വാമി വിവേകാനന്ദൻ പറഞ്ഞതുപോലെ വിദ്യാഭ്യാസം എന്ന് പറയുന്നത് കുറച്ച് അറിവുകൾ നമ്മുടെ മസ്തിഷ്കത്തിൽ കുത്തിനിറക്കുക എന്നുള്ളതല്ല, അതിനേക്കാൾ ഉപരിയായി സാമൂഹികവും ലൗകികവും ബൗദ്ധികവുമായ സാൻമാർഗികവുമായ ചിന്തകളെ ഒരു കുട്ടിയിൽ ഉണർത്തിവിട്ടുകൊണ്ട് ഒരു സമൂഹത്തിൽ ഒരു കുട്ടി ജീവിക്കുവാൻ ഉതകുന്ന രീതിയിൽ അവനെ പ്രാപ്തനാക്കുക എന്നുള്ളതാണ് വിദ്യാഭ്യാസം എന്നതുകൊണ്ട് നമ്മൾ അർത്ഥമാക്കുന്നത്. അത്തരത്തിലുള്ള ഒരു വിദ്യാഭ്യാസ സമ്പ്രദായം നമ്മുടെ സമൂഹത്തിന് നമ്മുടെ കുട്ടികൾക്ക് കൊടുക്കുമ്പോഴാണ് ഇതുപോലുള്ള കലാലയങ്ങൾ ഈ നാടിന്റെ ഭാഗമായി ആ സാംസ്കാരികത്തിന്റെ ഭാഗമായി മാറുന്നത്. അത്തരത്തിലുള്ള ഒരു കോളേജിന്റെ അങ്കണത്തിലേക്ക് കടന്നു വരുവാൻ സാധിച്ചതിൽ ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് ഇവിടെ എത്തിയിരിക്കുന്ന എനിക്ക് തോന്നുന്നു ഇവിടെയുള്ള നിങ്ങളിൽ പല ആളുകളെ ഇപ്പോൾ പരിചയമുള്ളതുപോലെ ഇപ്പൊ ഇവിടെ ഇരുന്ന് പാട്ടുപാടിയ നമ്മുടെ പ്രിയങ്കരിയായ സുപ്രിയ എന്റെ അയൽപക്കത്തുകാരിയാണ്, അമ്മനഗര ആണ് സ്വദേശം, വെളിയന്നൂരാണ് ഇപ്പോൾ താമസിക്കുന്നത്. അതുപോലെ നിങ്ങളുടെ ഏറ്റവും പ്രിയങ്കരനായ ഒരു സ്റ്റുഡന്റ് ഉണ്ണികൃഷ്ണൻ, വളരെ കുറച്ച് നാളുകളാണ് ഉണ്ണികൃഷ്ണനെ എനിക്ക് പരിചയപ്പെടേണ്ടി വന്നത്. അദ്ദേഹം DVCയിൽ ഓഫീസറായിട്ട് വർക്ക് ചെയ്യുന്നു. ഞങ്ങളുടെ പഞ്ചായത്തില് ഡെങ്കു ഫീവർ വന്ന കാലഘട്ടത്തിൽ വളരെ സജീവമായി ഞങ്ങൾക്ക് നിയന്ത്രിക്കാൻ, ഞങ്ങളുടെ ആരോഗ്യ വകുപ്പിന് പോലും നിയന്ത്രിക്കാൻ പറ്റാത്ത സാഹചര്യത്തില് ഇവരുടെ ആ ഒരു കൺട്രോളാണ് ഞങ്ങളുടെ പഞ്ചായത്തിനെ വളരെ നല്ല രീതിയിൽ പ്രവർത്തിക്കുവാൻ സജ്ജമായി. ഇവർ വളരെ എനിക്കൊന്നും ഒരു മാസക്കാലത്തോളം ഞങ്ങളുടെ പഞ്ചായത്തിലുണ്ടായിരുന്നു. അന്ന് അത് ഏറ്റവും നേതൃത്വം കൊടുത്ത ഉണ്ണികൃഷ്ണനാണ്. ആ ഉണ്ണികൃഷ്ണൻ അവരുടെ ഓഫീസ് സംബന്ധമായ കാര്യങ്ങളിൽ മാത്രമാണ് പ്രാപ്തിയുള്ളത് എന്നാണ് ഞാൻ കരുതിയത്. ഇവിടെ വന്നപ്പോഴാണ് അറിയാൻ സാധിച്ചത് നല്ലൊരു എഴുത്തുകാരനും അതുപോലെ തന്നെ വളരെ മിടുക്കനായ ഒരു സ്റ്റുഡന്റ് ആയിരുന്നു എന്ന്. തീർച്ചയായിട്ടും രാജു സാറ് പറയുകയായിരുന്നു, അടുത്ത വർഷം കോവിഡ് കാലഘട്ടം കഴിഞ്ഞ് നമ്മളിവിടെ ഒരു 5 പുസ്തകങ്ങളെങ്കിലും പ്രകാശനം ചെയ്യും. അത്രമാത്രം കവികളും അതുപോലെ എഴുത്തുകാരും കവയിത്രികളും ഒക്കെ നമ്മുടെ നിങ്ങളുടെ ഈ കോളേജുമായി ബന്ധപ്പെട്ട് ഉണ്ട് എന്ന് പറയുന്നത് തീർച്ചയായിട്ടും വളരെ സന്തോഷം. അതുപോലെ NSSന്റെ ഏറ്റവും നല്ല അധ്യാപകനായി അവാർഡ് മേടിച്ച സാറൊക്കെ ഉണ്ട് ഇവിടെ ഇരിക്കുന്നു. തീർച്ചയായിട്ടും ഇതുപോലൊരു കലാലയത്തിൽ നിന്നും പുറത്തിറങ്ങിയത് കൊണ്ടായിരിക്കാം ആ കോളേജിലെ അക്കാദമിക്കായി കുട്ടികൾക്ക് വിദ്യാഭ്യാസം നൽകുന്നതോടൊപ്പം ഇതുപോലുള്ള സാമൂഹിക സേവന രംഗത്തുകൂടെ പ്രവർത്തിക്കുവാനും പ്രകൃതിയോട് ഇണങ്ങി നിന്നുകൊണ്ട് പ്രകൃതിയെയും മനുഷ്യനെയും തിരിച്ചറിഞ്ഞുകൊണ്ട് തീർച്ചയായും നന്മയുടെ സ്നേഹത്തിന്റെ വക്താക്കളായി ഈ ഹെൻറി ബേക്കർ കോളേജിന്റെ പഠിതാക്കളായി പുറത്തിറങ്ങിയ പൂർവ്വ വിദ്യാർത്ഥികൾക്ക് സാധിച്ചതെന്ന് ഞാൻ കരുതുന്നു. എല്ലാവർക്കും ഒരിക്കൽ കൂടി ആശംസകൾ അർപ്പിച്ചുകൊണ്ട് വളരെ മനോഹരമായ ശലഭഗീതങ്ങൾ എന്ന ഈ പുസ്തകം ഇവിടെ പ്രകാശനം ചെയ്യുകയാണ്. ഈ പുസ്തകത്തിന്റെ പ്രകാശനം നമ്മുടെ ബഹുമാന്യനായ തിരുമേനിക്ക് കൊടുത്താണ് ചെയ്യുന്നത്. തീർച്ചയായും ഈ മഹത് കർമ്മത്തിന് സാക്ഷ്യം വഹിക്കുവാൻ നമ്മുടെ കോളേജിൽ നിന്നും പഠിച്ചിറങ്ങി വിദേശത്തായിരിക്കുന്ന ഇന്ന് ഗൂഗിൾ മീറ്റിലൂടെ നിങ്ങൾ നിങ്ങളുടെ കൂട്ടുകാരെ കാണും. അപ്പോൾ ഇവിടെ ആയിരിക്കുന്നവർക്കും വിദേശത്തും സ്വദേശത്തുമായി നിങ്ങളോടൊപ്പം ഉണ്ടായിരുന്ന മുഴുവൻ കുട്ടികൾക്കും ആശംസകൾ അർപ്പിച്ചുകൊണ്ട് അഭിവാദ്യങ്ങൾ അർപ്പിച്ചുകൊണ്ട് നിർത്തട്ടെ. നന്ദി, നമസ്കാരം. നമ്മുടെ ഈ സമ്മേളനത്തിന്റെ വികാരങ്ങളെ അത്രയും ഉൾക്കൊണ്ടുകൊണ്ട് നമ്മോട് സംസാരിക്കുകയും സുജിതയുടെ ചിത്രശലഭത്തിന്റെ ഒരു വാചികാൽ കൂടി നമുക്ക് ഏകദേശം പകർന്നു തരികയും ചെയ്ത നാടകത്തിന് ഏറെ സ്നേഹത്തോടെ നന്ദി അർപ്പിക്കുന്നു. മാധ്യമപഠിക്കൽ അനുസ്മരണ ചടങ്ങിനോടനുബന്ധിച്ച് നമ്മൾ കലാലയങ്ങളിൽ ഒരു ക്യാമ്പസ് രചനാ മത്സരം നടത്തിയിരുന്നു. അതിന് 1ാം സ്ഥാനം കരസ്ഥമാക്കിയിരിക്കുന്നത് നമ്മുടെ ഭീകരനായ ക്രിസ്റ്റി ഇലക്കണ്ണനാണ്.
2ാം സ്ഥാനം കരസ്ഥമാക്കിയ വിവിന, അത് പാലക്കാടുള്ള ഒരു കുട്ടിയാണ്, ഇവിടെ എത്തിച്ചേർന്നിട്ടില്ല. 3ാം സമ്മാനം കരസ്ഥമാക്കിയിരിക്കുന്നത് ആമിന കബീർ. ആമിന കബീറിനെ പുരസ്കാരം ഏറ്റുവാങ്ങുന്നതിനായി ഏറെ സ്നേഹത്തോടെ ക്ഷണിക്കുന്നു. ഈ രചനാ മത്സരത്തിൽ 1ാം സ്ഥാനം കരസ്ഥമാക്കിയിരിക്കുന്നത് ഹെൻറി ബേക്കർ കോളേജിന്റെ അഭിമാനതാരം ക്രിസ്റ്റി ഇലക്കണൻ തന്നെയാണ്. അദ്ദേഹത്തിന്റെ സമ്മാനം ഏറ്റുവാങ്ങുന്നതിനായി ക്ഷണിക്കുന്നു. മലയാള സമാജത്തിന്റെ ഏറെ അഭിമാനം ഉയർത്തിയ ഒരു പുത്രനാണ് നമ്മളുടെ ടോം ജോസ് കളപ്പുര. അദ്ദേഹം അറക്കുളം സ്കൂളിൽ അധ്യാപകനായി ജോലി നോക്കുന്നു. ഏറ്റവും നല്ല NSS പ്രോഗ്രാം ഓഫീസറായി അദ്ദേഹം തിരഞ്ഞെടുക്കപ്പെടുകയുണ്ടായി. അതോടൊപ്പം തന്നെ ആ കലാലയത്തിലേക്ക് 3 സമ്മാനങ്ങൾ ഒരേ സമയം കൊണ്ടുവരുവാൻ അദ്ദേഹത്തിന്റെ മഹനീയമായ പ്രവർത്തനത്തിന് സാധിച്ചു. ഏറ്റവും നല്ല NSS വോളണ്ടിയർ ആ വർഷം അറക്കുളം സ്കൂളിനായിരുന്നു. അതുപോലെ തന്നെ ഏറ്റവും നല്ല NSS പ്രവർത്തനം കാഴ്ചവെച്ച കലാലയവും അറക്കുളം സ്കൂൾ തന്നെയായിരുന്നു. ഇതെല്ലാം സാറിന്റെ ഒരു അഭിനന്ദനപൂർണ്ണം, അല്ലെങ്കിൽ സാറിന്റെ ഒരു കഴിവുകൊണ്ട് എഫർട്ടുകൊണ്ടുമാണ് എന്നുള്ളതിൽ നമുക്ക് സംശയമില്ല. അദ്ദേഹം നമ്മളുടെ ഏറ്റവും അഭിമാനം ഉയർത്തിയ ഒരു സുഹൃത്ത് കൂടിയാണ്. അദ്ദേഹത്തിന് സമ്മാനം ഏറ്റുവാങ്ങുന്നതിനായി അദ്ദേഹത്തെ ക്ഷണിക്കുന്നു. പിതാവേ, ഏതൊരു സംരംഭവും അത് മനോഹരമായ ഓരോ പരിപാടിയും പൂർത്തിയാക്കുമ്പോൾ അതിന്റെ മുന്നിൽ നിൽക്കുന്നവർക്ക് ഒരുപാട് അനുമോദനങ്ങളൊക്കെ കിട്ടിയേക്കാം. എന്നാൽ ഏതൊരു പരിപാടിയുടെയും പിന്നിൽ അധികമാരും അറിയപ്പെടാതെ പ്രവർത്തിക്കുന്ന ചില അദൃശ്യ സാന്നിധ്യമുണ്ട്. അങ്ങനെ നോക്കുമ്പോൾ ഈ മലയാള സമാജത്തിന്റെ പിന്നിലെ ഏറ്റവും വലിയ കരുത്തും മലയാള സമാജത്തിന്റെ എല്ലാ വിജയങ്ങൾക്കും പിന്നിലെയും അദൃശ്യ സാന്നിധ്യവും നമ്മുടെ ഏറ്റവും പ്രിയങ്കരനായ ഡോക്ടർ രാജു ടി കൃഷ്ണപുരം തന്നെയാണ്. അദ്ദേഹത്തിന് ഒരു ആദരം നൽകിയില്ലെങ്കിൽ ഈ ഒരു പരിപാടി തന്നെ നമ്മളോട് പരിഭവിച്ചേക്കാം. അതുകൊണ്ട് ഞങ്ങളുടെ ഏറ്റവും സ്നേഹം നിറഞ്ഞ രാജു സാറിനെ, അദ്ദേഹത്തിന്റെ അത്ര സമ്മതമൊന്നും ഇല്ലാതെങ്കിൽ പോലും ഞങ്ങൾ രഹസ്യമായി അദ്ദേഹത്തിനെ ആദരിക്കാൻ തീരുമാനിക്കുകയായിരുന്നു. അദ്ദേഹത്തിന് ഒരു ആദരം നൽകുന്നതിന് ഞങ്ങൾക്ക് ഏറെ സന്തോഷമുണ്ട്. ഏറ്റവും സന്തോഷത്തോടെ അത് ഏറ്റുവാങ്ങുവാനായി രാജു സാറിനെയും നൽകുന്നതിനായി തിരുമേനിയെയും ക്ഷണിച്ചു കൊടുക്കുന്നു. മലയാളത്തെ ഏറെ സ്നേഹിക്കുന്ന, മലയാളത്തെ ഹൃദയോട് അടുക്കി പിടിക്കുന്ന, എന്റെ മുൻകാലം, അതായത് നിങ്ങളുടെ കാൽപാദങ്ങളിലൂടെയാണ് ഞങ്ങൾ ജീവിക്കുന്ന ഇവിടെ കൂടി വന്നിട്ടുള്ള എല്ലാ മലയാള വിഭാഗത്തിൽ ഉൾപ്പെട്ട അല്ലെങ്കിൽ മലയാള സമാജത്തിന്റെ ഭാരവാഹികളെ ഏറെ അഭിമാനത്തോടെ, ഏറെ സന്തോഷത്തോടു കൂടിയാണ് ഞാൻ ഈ വേദിയിൽ നിൽക്കുന്നത്. എനിക്ക് പരിചിതമായ കുറച്ച് മുഖങ്ങൾ മാത്രമേ ഉള്ളൂ. എങ്കിലും മലയാളം നമ്മയെല്ലാം കൂട്ടിച്ചേർത്തിരിക്കുന്ന ഒരു ചരടാണ്. ആ ചരടില് ഓരോരോ മുത്തുകളായിട്ട് ഇവിടെ വന്ന് നിൽക്കുമ്പോൾ, അല്ലെങ്കിൽ ഇവിടെ വന്ന് ഈ സദസ്സിനെ ധന്യമാക്കുമ്പോൾ, ഇപ്പോൾ മലയാള വിഭാഗത്തിൽ എന്റെ കൂടെ നിന്ന് പ്രവർത്തിക്കുന്ന പ്രിയ കുട്ടികളും ഞങ്ങൾക്ക് നേതൃത്വം തരുന്ന സാറും തിരുമേനിയും എല്ലാം ഉള്ള ഈ ഒരു സദസ്സിൽ നിൽക്കുമ്പോൾ ഏറെ സന്തോഷം തോന്നുന്നു. മലയാള സമാജം ഇന്നും ഏറെ ജ്വലിക്കുന്ന, അല്ലെങ്കിൽ ഒരു സ്പന്ദനമായി ഇന്നും ക്യാമ്പസിനെ കോരിധരിപ്പിക്കുന്നുണ്ട്. അതിന്റെ തെളിവുകളാണ് ഇവിടെ ഇരിക്കുന്ന ക്രിസ്റ്റിയും ആമിനായും പോലെയുള്ള വിദ്യാർത്ഥികൾ. കഴിഞ്ഞ കാലങ്ങളിൽ മലയാള സമാജം വളരെയേറെ പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുണ്ട് എന്ന് രാജു സാറിനെ വിളിക്കുമ്പോഴൊക്കെയും എന്നോട് പറയാറുണ്ട്. ഞാൻ രാജു സാറിന് കൊടുക്കുന്ന ഒരു ഉറപ്പുണ്ട്, അത്രത്തോളം തീവ്രതയിലും അതിലപ്പുറം
കൂടുതൽ കാര്യക്ഷമമായി ഞങ്ങളും ഇവിടെ ചെയ്യുവാൻ ശ്രമിക്കുന്നുണ്ട് എന്ന് തന്നെ ആത്മാഭിമാനത്തോടു കൂടി ഈ കുട്ടികളോടൊപ്പം ചേർന്ന് കോളേജിനോടൊപ്പം ചേർന്ന് നിന്നുകൊണ്ട് പറയുവാൻ ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. എല്ലാ വർഷവും ഞങ്ങള് ഇവിടുത്തെ കുട്ടികളുടെ തന്നെ കൈയെഴുത്ത് മാസിക പുറത്തിറക്കുന്നുണ്ട്. വൈഖരീയം എന്നാണ് അതിന്റെ പേരിട്ടിരിക്കുന്നത്. അത് കഴിഞ്ഞ വർഷം ഇറക്കാൻ കഴിഞ്ഞില്ല, കാരണം മാർച്ച് മാസമാണ് നമ്മളെപ്പോഴും പുറത്തിറക്കുന്നത്. അതിൽ നമ്മുടെ ഈ കോളേജിലെ മലയാളത്തെ സ്നേഹിക്കുന്ന, അങ്ങനെ ഹിന്ദിന്നോ മലയാളമെന്നോ ഒന്നുമില്ല, മലയാളം ഇഷ്ടപ്പെടുന്ന, മലയാളത്തിന്റെ ചൂടും ചൂരും പറഞ്ഞ ആർക്കും എഴുതാവുന്ന നല്ലൊരു സാഹിത്യ കൈപ്പുസ്തകം ഞങ്ങൾ ഇവിടെ എല്ലാ വർഷവും ഇറക്കുന്നുണ്ട്. കുട്ടികളെ അനുനിമിഷവും മലയാളത്തിൽ നിന്ന് മാത്രമല്ല സാഹിത്യവാസന ഉളവാക്കുന്നതിന് വേണ്ടി ധാരാളം പ്രവർത്തനങ്ങൾ ഇവിടെ ചെയ്യുന്നുണ്ട് എന്ന് അഭിമാനത്തോടു കൂടി ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്. എന്തായാലും ഇങ്ങനെ ഒരു സംരംഭം, പ്രത്യേകിച്ച് മാത്യു പണിക്കർ സാറിനെ ഞാൻ നേരിട്ട് കണ്ടിട്ടില്ല എങ്കിലും ഇവിടെ എഴുതി വെച്ചിട്ടുള്ള ഈ പുസ്തകങ്ങളിൽ നിന്ന്, മറ്റുള്ളവരുടെ വാക്കുകളിൽ നിന്നൊക്കെയും ഒരു അവധൂതനെ പോലെ കടന്നു വന്നിട്ടുള്ള ഒരു മഹാമനീഷിയായിരുന്നു മാത്യു പണിക്കർ സാർ എന്ന് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ നല്ല ഓർമ്മകൾക്ക് മുമ്പിൽ ശിരസ് നമിക്കുന്നു. 1989 ജൂലൈ മാസം 17-ാം തീയതി മുതൽ 1994 ജൂൺ മാസം 3-ാം തീയതി വരെ ഞാൻ ഈ കലാലയത്തിലെ ഒരു വിദ്യാർത്ഥിയായിരുന്നു. ഹെൻറി ബേക്കർ കോളേജ് എന്ന എന്റെ ആത്മവിദ്യാലയത്തിലേക്ക് ഒരിക്കൽ കൂടി കടന്നു വരാനുള്ള ക്ഷണം ലഭിച്ചതിൽ ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നു. ഈ യോഗത്തിലേക്ക് എന്നെ ക്ഷണിക്കാൻ ഇതിന്റെ സംഘാടകരെ പ്രേരിപ്പിച്ച ദൈവത്തെ ഞാൻ ഓർക്കുന്നു. ക്ഷണിച്ച സംഘാടകർക്കും ഞാൻ ആദ്യമേ തന്നെ നന്ദി പറയുകയാണ്. ഇന്ന് ഇവിടെ 4 മനോഹരമായ ചടങ്ങുകൾ നടക്കുന്നു. ഒരു അനുസ്മരണം, 3 അഭിനന്ദനങ്ങൾ. നമ്മളെല്ലാവരും അനുസ്മരിച്ച ആദരണീയനായ മാത്യു പണിക്കർ സാറ് ഞാൻ ഈ കലാലയത്തിൽ നിന്ന് പോയതിനു ശേഷമാണ് ഈ കലാലയത്തിൽ അധ്യാപകനായിട്ട് എത്തിയത്. എങ്കിലും പലപ്പോഴും ഞാൻ ഈ കലാലയത്തിൽ വീണ്ടും വരുവാനിടയായിട്ടുണ്ട്. മാത്യു പണിക്കർ സാറിനെ പലപ്പോഴും കാണാനും സംസാരിക്കാനും സാറിന്റെ പ്രതിഭയെക്കുറിച്ച് കേൾക്കാനും ഒക്കെ എനിക്ക് അവസരം ലഭിച്ചു. ഈ അടുത്ത കാലത്ത് ടോം സാറ് എനിക്ക് മാത്യു സാറിനെയും RB വർഗീസ് സാറിനെയും പരാമർശിക്കുന്ന തണൽ വിരിക്കുന്ന ബോധിവൃക്ഷങ്ങൾ എന്ന ഒരു പുസ്തകം നൽകി. ആ പുസ്തകത്തിലൂടെ ഈ കലാലയത്തിന്റെ ആദ്യ സാരഥിയായിരുന്ന RB വർഗീസ് സാറിനെയും അകാലത്തിൽ പൊലിഞ്ഞുപോയ മാത്യു പണിക്കർ സാറിനെയും കുറിച്ച് കൂടുതൽ അറിയാൻ ഇടയായി. ഒരു ജ്ഞാനത്തിന്റെ പ്രവാഹമായിരുന്നു, അറിവിന്റെ ഒരു നിധിയായിരുന്നു മാത്യു പണിക്കർ സാറെന്ന് ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട്. ഈ അവസരത്തിൽ സാറിന്റെ ധന്യമായ സ്മരണകൾക്ക് ഞാൻ ആദരാഞ്ജലികൾ അർപ്പിക്കുന്നു. സാറിന്റെ ആത്മാവിന് നിത്യശാന്തി നേരുന്നു. നമ്മളൊരാളിനെ അനുസ്മരിക്കുമ്പോൾ ശരിക്കും അദ്ദേഹത്തെ നമ്മൾ നന്ദിയോടെ ഓർക്കുന്നു എന്നാണല്ലോ അതിന്റെ അർത്ഥം. സാറിന്റെ സേവനങ്ങളെ നന്ദിയോടെ ഓർക്കാം. സാറിന്റെ ആത്മശാന്തിക്ക് വേണ്ടി നമുക്കെല്ലാവർക്കും പ്രാർത്ഥിക്കാം. എന്താണ് ഹെൻറി ബേക്കർ കോളേജിലേക്ക് കടന്നു വരാനുള്ള ഒരു വലിയ പ്രചോദനം എന്ന് ചോദിച്ചാൽ, പല സ്ഥലങ്ങളില്, സ്കൂളുകളില്, കോളേജുകളിലൊക്കെ പഠിച്ചിട്ടുണ്ട്. എങ്കിലും വിദ്യാർത്ഥികളുമായിട്ട് ഇത്രയേറെ ആത്മബന്ധം പുലർത്തുന്ന ഒരു അധ്യാപക സമൂഹം ഉണ്ടായിരുന്ന ഒരു കലാലയം, അത് എന്റെ ഓർമ്മയിലില്ല എന്നുള്ളത് ഈ വിദ്യാലയത്തെ വേറിട്ട് നിർത്തുന്നു. ഞാൻ പലപ്പോഴും എന്റെ സഹപാഠികളോടും സുഹൃത്തുക്കളോടും ഒക്കെ ഷെയർ ചെയ്തിട്ടുണ്ട്. ആ ചിന്ത ഇതാണ്: 10ാം ക്ലാസ് കഴിഞ്ഞ് ഒരു പക്ഷേ ഞാൻ മറ്റൊരു കോളേജിലായിരുന്നു ചേരുന്നതെങ്കിൽ ചിലപ്പോൾ കിട്ടുമായിരുന്നിരിക്കാം ഒരു അഡ്മിഷൻ മറ്റൊരു കലാലയത്തിൽ. മറ്റൊരു കലാലയത്തിലായിരുന്നു ഞാൻ ചേരുന്നതെങ്കിൽ എനിക്ക് ഇന്നുണ്ടായതുപോലെ ഒരു ഭാവി ജീവിതം ഉണ്ടാകുമായിരുന്നോ എന്ന് ഞാൻ പലപ്പോഴും ഓർത്തിട്ടുണ്ട്. അതിൻ്റെതായ കാരണങ്ങളും പലതുണ്ട്. കുട്ടികൾക്ക് പ്രോത്സാഹനം നൽകി ഒരു സ്വന്തം മക്കളെ പോലെ പരിപാലിച്ച അധ്യാപകര്, എല്ലാവരുടെയും പേരുകൾ എനിക്ക് ഓർക്കാൻ കഴിയുന്ന വിധത്തിൽ അത്രമാത്രം ആത്മബന്ധം പുലർത്തിയ അധ്യാപകരുണ്ടായിരുന്ന ഒരു കലാലയമായിരുന്നു ഇത് എന്നുള്ളത് എന്റെ ആദരണീയനായ രാജു സാറ്, കുര്യൻ സാറ്, അമ്മയുടെ സ്നേഹം ഞങ്ങൾക്ക് നൽകിയ മോളി മിസ്, ലിസമ്മ മിസ്, ഒരു വലിയ ചിന്ത എന്നും എപ്പോഴും ഞങ്ങൾക്ക് പകർന്നു നൽകിയ CS സെബാസ്റ്റ്യൻ സാറ്. ചിന്ത ഇതായിരുന്നു, ഞാൻ എന്റെ എല്ലാ ബാച്ചിലെ എല്ലാ കുട്ടികളോടും പറയാറുള്ള ആ ചിന്ത ഇതാണ്: രാത്രികളെ പകലുകളാക്കിയാണ് ഓരോരുത്തരും ഓരോ നിലയിൽ എത്തിയിട്ടുള്ളത്. CS സെബാസ്റ്റ്യൻ സാറ് കൂടെ കൂടെ ഓർമ്മിപ്പിക്കുമായിരുന്ന ഒരു വാക്കാണ്. ഇങ്ങനെ ജീവിതത്തെ സ്വാധീനിച്ച, ജീവിതത്തെ തൊട്ട ഒരു പറ്റം അധ്യാപകര്
സേവനമനുഷ്ഠിച്ച ഈ കലാലയത്തിലേക്ക് വീണ്ടും കടന്നു വരുമ്പോൾ ഞങ്ങൾക്ക് വലിയ സന്തോഷമുണ്ട്. നമ്മളെല്ലാവരും ഇവിടുത്തെ പൂർവ്വ വിദ്യാർത്ഥികളാണല്ലോ. എന്റെ മുമ്പിലിരിക്കുന്ന നിങ്ങളെല്ലാവരും വലിയ സന്തോഷത്തോടെ ഞങ്ങൾ കടന്നു വരുന്നു. ഈ ഒരു വേദിയിൽ നമ്മൾ വേറെ ചില കാര്യങ്ങൾ കൂടി ഓർക്കുകയാണല്ലോ. ഒന്ന്, NSS പ്രോഗ്രാം ഓഫീസറായിട്ട് മികച്ച പ്രകടനം നടത്തിയ ടോം സാർ ഈ വിദ്യാലയത്തിന്റെ പൂർവ്വ വിദ്യാർത്ഥിയാണ്. സാറ് ഞാൻ പ്രിൻസിപ്പലായിട്ട് സേവനമനുഷ്ഠിക്കുന്ന വിദ്യാലയത്തിലെ അധ്യാപകനാണ് എന്നുള്ളത് ഈ ഒരു കൂട്ടായ്മയിൽ ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഇരട്ടി മധുരമാണ്. ഇങ്ങനെയാണ്, ഞാൻ ഒരിടത്തും വായിച്ചറിഞ്ഞ കവിതയല്ല, ഞാൻ കേട്ടറിഞ്ഞ കവിതയാണ്. ആരുടെ വായിൽ നിന്ന് കേട്ടു എന്ന് ചോദിച്ചാൽ രാജു സാറിന്റെ വായിൽ നിന്ന് കേട്ടു. അതിങ്ങനെയാണ്, തെറ്റും എന്നുറപ്പാണ്, ബാക്കി സാറ് സൂചിപ്പിക്കും. താരിൽ തന്വീ കടാക്ഷാഞ്ചല മധുപകുലാരാമ രാമാജനാനാം നീരിൽ താർബാണ വൈരാഗര നികരതമോ മണ്ഡലീ ചണ്ഡഭാനു നേരത്താതോടു നേരാം തൊടുകുറികളയായി ഇന്നുമേഷ കുളിക്കും നേരം. ബാക്കി ഞാൻ മറന്നു. അവസാനത്തെ ലൈൻ ഇങ്ങനെയാണ്, വിക്രമാനൃപരതരാഹന്ത കൽപ്പാന്തതോയേ. താങ്ക് യു. എല്ലാവർക്കും നന്ദി, നമസ്കാരം. ഇവിടെ നിൽക്കുമ്പോൾ മനസ്സിൽ ഇങ്ങനെ മഞ്ഞുതുള്ളികൾ വീണ് ചിതറുന്ന ഒരു അനുഭൂതി അനുഭവിക്കുന്നുണ്ട്. അതിന്റെ കാരണം 3 കാരണങ്ങളാണ്. ഒന്ന്, മാത്യു സാറിന്റെ ദീപ്തമായ ചില ഓർമ്മകൾ. ഇന്ന് രാവിലെ പോരുമ്പോൾ അമ്മ എന്നോട് പറഞ്ഞ് ഞാൻ ഓർക്കുന്നുണ്ട്, എടാ നമ്മൾ കോണിപ്പാട് താമസിക്കുമ്പോൾ ബുള്ളറ്റിൽ വന്ന് നിന്നെ കയറ്റിക്കൊണ്ടു പോകുന്ന ആ പൊക്കമുള്ള സാറല്ലേ എന്ന് ചോദിച്ച് ഇന്ന് രാവിലെ ഞാൻ പോരുമ്പോൾ ചോദിച്ച് ഞാൻ ഇപ്പോഴും എന്റെ ഓർമ്മയിലുണ്ട്. രണ്ടാമത്തെ കാര്യം, ഇവിടെ അധ്യാപകനായും 5 വർഷം വിദ്യാർത്ഥിയായും ഇവിടെ ഉണ്ടായിരുന്ന ഒരു കാലഘട്ടം ഇങ്ങനെ ഈ കാമ്പസിന്റെ പല കോണുകളിൽ നിന്നും പലതരത്തിലുള്ള ഓർമ്മകൾ എന്റെ മനസ്സിലേക്ക് ഓടി വരുന്നത് കൊണ്ടും. മൂന്നാമത്, ഞാൻ ജീവിതത്തോട് ചേർത്ത് പിടിക്കുന്ന സൗഹൃദ സാന്നിധ്യങ്ങളായ എന്റെ സുഹൃത്തുക്കളുടെയും അധ്യാപകരുടെയും ഒരു സാന്നിധ്യം ഇവിടെ ഉള്ളതുകൊണ്ടുമാണ് അത്തരത്തിലെ ഒരു നനുത്ത ഒരു അനുഭൂതിയിൽ ഞാൻ നിൽക്കുന്നത്. ഈ ഒരു കാമ്പസിൽ 1995 പ്രീ ഡിഗ്രി വിദ്യാർത്ഥിയായിട്ട് കടന്നു വരുന്നത്. 2000 ഇവിടുന്ന് പുറത്തിറങ്ങി. എല്ലാ വിദ്യാർത്ഥികൾക്കും അതിജീവനത്തിനുള്ള ഒരു കണം ഇട്ടുകൊടുത്തുകൊണ്ട് ഒരു വിത്ത് ഉള്ളിൽ പാകിക്കൊണ്ടാണ് ഈ കാമ്പസ് വിദ്യാർത്ഥികളെ പുറത്തേക്ക് വിടുന്നത് എന്നെനിക്ക് തോന്നിയിട്ടുണ്ട്. ഈ കാമ്പസ് എനിക്ക് തന്ന ഊർജവും കരുത്തുമൊക്കെയാണ് ഇന്ന് ഞാനിവിടെ നിൽക്കുന്നതിന് എനിക്ക് സഹായകമായിട്ടുള്ളത്. അത്രയേറെ എന്നെ സ്വാധീനിച്ച ഒരു കലാലയമാണിത്. സ്വന്തമെന്നോണം അല്ലെങ്കിൽ അമ്മമാരെ പോലെയോ അച്ഛന്മാരെ പോലെയോ അല്ലെങ്കിൽ ജ്യേഷ്ഠന്മാരെ പോലെ ജ്യേഷ്ഠത്തിമാരെ പോലെ ഒക്കെ നമ്മെ കരുതി സ്നേഹിച്ച അധ്യാപകരുണ്ട്. എപ്പോഴും ഓടി വരുവാൻ പറ്റിയ ഒരു ഇടം. രാജു സാറെ എന്ന് വിളിക്കുമ്പോൾ അല്ലെങ്കിൽ ബീനമിസ എന്ന് വിളിക്കുമ്പോൾ ജീവൻ സാറെ എന്ന് വിളിക്കുമ്പോൾ അടുത്ത ആത്മബന്ധമുള്ള അധ്യാപകരുടെ ഒരു ഇടം ഈ കാമ്പസ് ഇപ്പോഴും ഹൃദയത്തിൽ സൂക്ഷിക്കുന്നു എന്നുള്ളത് കൊണ്ട് തന്നെയാണ് വീണ്ടും വീണ്ടും ഈ കാമ്പസിലേക്ക് ചേർന്ന് നിൽക്കുവാനും മനസ്സുകൊണ്ട് സ്നേഹപൂർവ്വം ഒപ്പമാകാനും ഒക്കെ കഴിയുന്നത് എന്ന് ഞാൻ ഓർക്കുകയാണ്. സമയത്തിന്റെ പരിമിതി ഉള്ളതുകൊണ്ട് ഞാൻ ഒട്ടും ദീർഘിപ്പിക്കുന്നില്ല. ഒരു അധ്യാപകനാവണം എന്ന ചിന്ത എന്റെ മനസ്സിലേക്ക് വരുന്നത് കോറിയിടുന്നത് ഈ കാമ്പസാണ്, ഇവിടുത്തെ അധ്യാപകരാണ്. പ്രത്യേകിച്ച് അതിൽ രാജു സാറിന്റെ ഒരു പങ്ക് വലുതാണ് എന്ന് സ്നേഹാദരപൂർവ്വം ഞാൻ ഓർമ്മിക്കുന്നു. അങ്ങനെ 10ാം ക്ലാസ്സിലൊക്കെ നമ്മൾ പഠിക്കുന്ന മലയാള പാഠപുസ്തകങ്ങളിൽ കവി പരിചയമെന്നും ഗ്രന്ഥകർത്താ പരിചയമെന്നും ഒക്കെ പറയുന്ന ഒരു ഭാഗമുണ്ടാവും. അവിടെ ആ എഴുത്തുകാരനെ കുറിച്ചുള്ള ഒരു ചെറിയ ഡിസ്ക്രിപ്ഷൻ കൊടുത്തിട്ടുണ്ടാവും. അപ്പോൾ അതൊക്കെ വായിച്ച് ഈ പുസ്തകങ്ങളൊന്ന് കാണുവാൻ കഴിഞ്ഞിരുന്നെങ്കിൽ അല്ലെങ്കിൽ ഈ ആളുകളെ കുറിച്ച് കൂടുതൽ അറിയാൻ കഴിഞ്ഞിരുന്നെങ്കിൽ എന്നൊക്കെയുള്ള ചില ആകാംക്ഷകളും ചില പ്രതീക്ഷകളും ഒക്കെ ആയിട്ടാണ് ഈ കാമ്പസിലേക്ക് 2000-ഓളം കുട്ടികൾ പഠിക്കുന്ന ഒരു വർണ്ണലോകത്തേക്ക് ഒരു സാധാരണക്കാരനായ മെലികാവുകാരനായ ഗ്രാമീണ വിദ്യാർത്ഥിയായി ഞാൻ കടന്നു വന്നത്. അപ്പോൾ അവിടെയൊക്കെ ഇവിടുത്തെ ലൈബ്രറിയിൽ അന്ന് നമ്മൾ പറഞ്ഞു വെച്ച പാടുന്ന വിശാജ് എന്ന് പറയുന്ന ഒരു പുസ്തകം ഉൾപ്പെടെയുള്ള അല്ലെങ്കിൽ നമ്മൾ പറഞ്ഞു വെച്ച ആശാന്റെ കവിതകൾ അതൊക്കെ പുസ്തക രൂപത്തിൽ കാണുവാനും അത്തരം പുസ്തകങ്ങൾ ആവേശത്തോടുകൂടി വായിക്കുവാനും ഒക്കെ പ്രചോദനമായത് ഈ കാമ്പസാണ്. അതോടൊപ്പം എന്റെ ഉള്ളിലെ ചില കഴിവുകളെയൊക്കെ അത് എഴുതുവാനോ വായിക്കുവാനോ ഒക്കെയുള്ള ചില കഴിവുകളെ ഒക്കെ വളർത്തിയെടുത്തത് ഈ കാമ്പസിലെ മലയാള സമാജവും രാജു സാറിന്റെ നേതൃത്വവുമാണ് ഞാൻ ഓർമ്മിക്കുന്നു. ഒരു ഘട്ടത്തിൽ എന്റെ വിദ്യാഭ്യാസ
പ്രക്രിയയിൽ ഉന്നത വിദ്യാഭ്യാസം നിലച്ചു പോകുന്ന ഒരു ഘട്ടത്തിൽ പോലും നിർണായകമായ ചില സ്വാധീനത്തിലൂടെ, ചില മാർഗദർശനങ്ങളിലൂടെ എന്നെ നയിച്ച എന്റെ അധ്യാപകൻ രാജു സാറ്, അദ്ദേഹത്തിന്റെ ഒരു സ്നേഹം ഒക്കെ, കരുതൽ ഒക്കെ ഞാൻ ഓർമ്മിക്കുന്നു. ഒരുപക്ഷെ ഇന്ന് ഒരു അധ്യാപകനായി ഞാൻ മാറുവാൻ എനിക്കേറെ പ്രചോദനം നൽകിയത് ഈ കാമ്പസും ഈ കാമ്പസിലെ മലയാള സമാജവും രാജു സാറിന്റെ നേതൃത്വം ഒക്കെയായിരുന്നു എന്ന് ഞാൻ ഓർമ്മിക്കുകയാണ്. അപ്പോൾ അത്തരത്തിൽ ഞാനിവിടെ 5 വർഷം NSS വോളണ്ടിയർ ആയിരുന്നു. ഒരു NSSകാരൻ എങ്ങനെ ആവണം എന്ന് ഞാൻ പഠിച്ചത് ഈ കാമ്പസിലെ NSSലൂടെയാണ്. ഇവിടുന്ന് ഡിഗ്രി കഴിഞ്ഞ് പുറത്തിറങ്ങിയപ്പോൾ എന്റെ ഉള്ളിൽ തോന്നിയ ഒരു ചിന്ത, ഒരു നല്ല അധ്യാപകനാണ്, ഒരു നല്ല സാമൂഹ്യ പ്രവർത്തകനാവണം എന്നുള്ളതായിരുന്നു. അപ്പൊ അതുകൊണ്ട് അതിലെത്തിപ്പെടാൻ പറ്റി. പിന്നീട് ഇവിടെ 2 വർഷം ഇവിടെ അധ്യാപകനായി ഇവിടെ ജോലി ചെയ്തിട്ടുണ്ട്. അപ്പോഴൊക്കെ എനിക്ക് ഈ കാമ്പസിൽ നിന്ന് കിട്ടിയ ഒരു ഊർജ്ജം വളരെ വലുതാണ്. അതുകൊണ്ട് ഈ കാമ്പസ് എനിക്ക് ക്രിസ്റ്റിയോടും മാമിനിയോടും ഒക്കെ പറയാനുള്ളത്, സർഗാത്മകതയുടെ ഒരു തിരി നിങ്ങളുടെ ഹൃദയത്തിൽ തന്നുകൊണ്ടാവും ഈ കാമ്പസ് നിങ്ങളെ പുറത്തേക്ക് വിടുന്നത്. ഈ കാമ്പസിനൊരു ആത്മാവുണ്ട്, അത് നിങ്ങൾ ഹൃദയത്തോട് ചേർത്ത് പിടിക്കുക. വായന എന്ന് പറയുന്നത് അത് ഏറ്റവും ശ്രേഷ്ഠവും ഏറ്റവും സ്വകാര്യവുമായ ഒരു സാംസ്കാരിക പ്രവർത്തനമാണ് വായന എന്ന് പറയുന്നത്. ഒരാൾ പുസ്തകം വായിക്കാൻ തുടങ്ങുമ്പോൾ അയാളുടെ ഉള്ളിലെ അന്ധൻ കാണാൻ തുടങ്ങുന്നുണ്ട്, അയാളുടെ ഉള്ളിലെ മുടന്തൻ നൃത്തം ചെയ്യുന്നുണ്ട്, അയാളുടെ ഉള്ളിലെ ചെകിടൻ സംഗീതം കേൾക്കുന്നുണ്ട്. അപ്പോൾ അത്തരത്തിൽ നമ്മൾ ഒരു ജന്മത്തിൽ തന്നെ പല ജന്മങ്ങൾ ജീവിക്കുന്നത് വായനയിലൂടെയാണ്. വാക്കിന് പുതിയ ആകാശങ്ങളുണ്ടെന്ന്, വാക്കിന്റെ ആകാശങ്ങളിലേക്ക് നമ്മൾ കടന്നു ചെല്ലുന്നത്, പുതിയ ചില മിന്നൽ പിണറുകൾ വാക്കുകൾക്കുള്ളിൽ ഉറഞ്ഞിരിക്കുന്നു എന്നൊക്കെ നമ്മൾ തിരിച്ചറിയുന്നത് ഈ വായനയിലൂടെയാണ്. നമ്മളെ മാറ്റിമറിക്കാൻ കഴിയുന്ന നല്ല അറിവുകളുടെ, നല്ല ചിന്തകളുടെ, നല്ല സൗഹൃദങ്ങളുടെ ഇടമായി ഈ കാമ്പസ് മാറട്ടെ എന്ന് ഞാൻ സ്നേഹപൂർവ്വം ഓർമ്മിച്ചുകൊണ്ട് ഈ കാമ്പസ് എനിക്ക് തന്ന എല്ലാ നന്മകൾക്കും സൗഹൃദങ്ങൾക്കും സ്നേഹങ്ങൾക്കും ഒക്കെ നന്ദി പറഞ്ഞുകൊണ്ട്, എനിക്ക് തന്ന ഈ ഒരു സ്നേഹം, ഈ ഒരു ആദരം, അത് ഹൃദയത്തിൽ അങ്ങേയറ്റം നന്ദിയോടുകൂടി സ്മരിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. ഈ കാമ്പസ് നാൾക്കുനാൾ നന്മയിൽ വളരട്ടെ. അതിന് നേതൃത്വം നൽകുന്ന വിദ്യാഭ്യാസ മേഖലകളിൽ ഉന്നത ചിന്തകൾ വെച്ചുകൊണ്ട്, ഉന്നതമായ ദർശനങ്ങൾ വെച്ചുകൊണ്ട്, ദീർഘവീക്ഷണത്തോടെ ഈ കലാലയത്തെ നയിക്കുന്ന അഭിമന്യനായ തിരുമേനിക്ക് അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങൾക്കും ഈശ്വരാനുഗ്രഹങ്ങൾ ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നമസ്കാരം. ഇങ്ങനെയുള്ള ഒരു പുസ്തകം പ്രകാശനം ചെയ്യാൻ എനിക്കൊരു ഭാഗ്യം ഈ കോളേജ് തന്നതാണ്. കാരണം എനിക്കും എന്റെ അവിടെ പ്രിയപ്പെട്ട കുറച്ച് സുഹൃത്തുക്കളുണ്ട്. എന്നോടൊപ്പം പഠിച്ച എന്നേക്കാൾ ശ്രേഷ്ഠരായ പ്രതിഭകളായ കുട്ടികളാണ്. കുറച്ചുപേരുടെ എത്തിയിട്ടില്ല. ഞങ്ങളല്ല, മലയാള സമാജം എന്ന പ്രസ്ഥാനത്തിന്റെ, അല്ലെങ്കിൽ മലയാള സമാജം ഞങ്ങൾക്ക് അന്ന് പകർന്നു തന്ന ഊർജം ഞങ്ങൾ കളയാതെ സൂക്ഷിച്ച് മനസ്സിലുണ്ടായിരുന്നു. പക്ഷെ അത് ഇപ്പോഴാണ് ഒരു പുസ്തക രൂപത്തിലോ അല്ലെങ്കിൽ കവിതാ രൂപത്തിലോ പുറത്തേക്ക് വരാൻ കാലം ഇപ്പോഴാണ് അനുവദിച്ചത് എന്ന് മാത്രമേ എനിക്ക് പറയാൻ കഴിയുള്ളൂ. ഇത്ര വർഷങ്ങൾക്ക് ശേഷവും ഇപ്പോഴും എവിടെ പോയാലും ഏറ്റവും ആദ്യം സ്നേഹത്തോടെ ഓർക്കുന്നത്, അല്ലെങ്കിൽ എപ്പോഴെങ്കിലും ഇവിടേക്ക് വരാനുള്ള അവസരം ഉണ്ടായാൽ ഒരിക്കലും നഷ്ടപ്പെടുത്താതെ ഞാൻ ഉൾപ്പെടുന്ന എന്റെ പ്രിയ സുഹൃത്തുക്കൾ എപ്പോഴും ഇവിടെ വന്നിട്ടുണ്ട്. എനിക്ക് രാജസ്ഥാനിലെ മലയാള സമാജം, രാജസ്ഥാനിൽ സെന്റ് ഓഫ് സംഘടിപ്പിച്ചപ്പോൾ, ഈ കോളേജിലെ വിദ്യാർത്ഥികളും മലയാള സമാജത്തിന് സെന്റ് ഓഫ് സംഘടിപ്പിച്ചപ്പോൾ അന്ന് ഞാനും ടോം സാർ ഇവിടെ അദ്ദേഹത്തിന്റെ പൂർവ്വ വിദ്യാർത്ഥികളായിട്ട് ഇവിടെ എത്തിയിട്ടുണ്ടായിരുന്നു. ഇവിടെ ഈ കോളേജിലേക്ക് വരാൻ കിട്ടുന്ന ഒരു അവസരം, സൗമ്യ മിസ് ഒക്കെ സൂചിപ്പിച്ചതുപോലെ, ഇനി ഇവിടേക്ക് വരാൻ ഞങ്ങൾക്ക് സന്തോഷമുള്ളൂ. ഇവിടെ പഠിച്ചു പോയ വിദ്യാർത്ഥികൾ ഇങ്ങോട്ട് വരുന്നതിൽ ഞങ്ങൾക്ക് അതിയായ സന്തോഷമുണ്ടെന്ന് പറഞ്ഞതുപോലെ തന്നെ ഗിരീഷ് സാർ അതിന് ഏറ്റവും ഹൃദ്യമായി സ്വാഗതം ചെയ്തതുപോലെ, ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു അവസരം തന്ന ഈ പ്രിയപ്പെട്ട, ഞങ്ങളുടെ എല്ലാം പ്രിയപ്പെട്ട ഈ കോളേജിനോടുള്ള നന്ദിയും കടപ്പാടും ഒരിക്കലും എനിക്ക് മറക്കാൻ കഴിയില്ല. ഇനി ഞാൻ ഇവിടെ മനോഹരങ്ങളായ പ്രസംഗങ്ങൾ എല്ലാവരും പറഞ്ഞു, മനോഹരമായ വാക്കുകളെ കൊണ്ട് നമ്മുടെ ഹൃദയത്തിൽ ഒരിക്കലും മറക്കാനാവാത്ത ചില നിമിഷങ്ങളിലൂടെയാണ് നമ്മളിപ്പോൾ കടന്നുപോയിക്കൊണ്ടിരുന്നത്. ഞാൻ ഉൾപ്പെടുന്ന എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾക്ക്, ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന വിദ്യാർത്ഥികൾക്കും ഇതൊരു പ്രചോദനമായിട്ട്, ക്രിസ്റ്റി ഇലക്കണ്ണനെ പോലെയുള്ള, ആമിനെ പോലെയുള്ള, വിപിനെ പോലെയുള്ള കുട്ടികൾക്ക് നാളെ അവർക്കും നമ്മുടെ കോളേജിൽ വന്ന് ഇങ്ങനെ ഒരു പുസ്തകം പ്രകാശനം ചെയ്യാൻ ഇടവരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. മാത്യു സാറിനെ പറ്റി ഒരുപാട് ഓർമ്മകൾ നിൽക്കുമ്പോൾ തന്നെയും മാത്യു സാറും രാജു സാറും ഞങ്ങൾക്ക് എന്താണ് കണ്ണിലെ 2 കൃഷ്ണമണികൾ പോലെ രണ്ടുപേരും ഞങ്ങൾക്ക് ഒരുപോലെയാണ്.
രാജു സാർ എപ്പോഴും ഞങ്ങൾ കൂടുതലുള്ളതുകൊണ്ട്, ഒരു അമ്മയുടെ വാത്സല്യത്തോടുകൂടി ഞങ്ങളുടെ കൂടുതലുള്ളതുകൊണ്ട് ഞങ്ങൾക്ക് അദ്ദേഹം ഞങ്ങൾ എപ്പോഴും ഉള്ളത് കൊണ്ട് ഞങ്ങൾ എപ്പോഴും അത് പറയുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ. ഈ അവസരം ഞങ്ങൾ ഏറ്റവും ഹൃദയം നിറഞ്ഞ എല്ലാ സ്നേഹവും കൂടി രാജു സാറിനുള്ള സ്നേഹവും ഈ അവസരത്തിൽ ഞാൻ അറിയിക്കുകയാണ്. അദ്ദേഹം ഇല്ലായിരുന്നുവെങ്കിൽ, മലയാള സമാജം ഇല്ലായിരുന്നുവെങ്കിൽ സുജിത വിനോദ് എന്ന് പറയുന്ന ഒരാൾ ഈ കവിത ഒരിക്കലും എഴുതുകയില്ലായിരുന്നു. ഈ ശരബലി എന്ന കവിതാ സമാഹാരം ഈ 10 വർഷം മതിസാറിന്റെ അനുസ്മരണം സംഘടിപ്പിച്ച ഈ 10ാമത്തെ വർഷം അദ്ദേഹത്തിന് കാലയവനിക്കുള്ളിൽ മറിഞ്ഞെങ്കിലും മായാത്ത രൂപമായി ഇന്നും നിലനിൽക്കുന്ന ഈ മാത്യു സാറിനുള്ള എന്റെ ഒരു കാവ്യ പൂജയായിട്ടാണ് ഞാൻ എന്റെ ഈ ശരബലഗീതം സമർപ്പിക്കുന്നത്. MM പണിക്കർ പ്രഥമ സാഹിത്യ പുരസ്കാരവും പിന്നെ കവിതയ്ക്കുള്ള 1ാം സ്ഥാനം നേടാൻ സാധിച്ചതിൽ ഞാൻ വളരെ സന്തോഷിക്കുന്നു. നല്ലൊരു മനുഷ്യന്റെ ജീവിതത്തിൽ മരണം എന്നത് വെറും ഒരു സാങ്കേതിക പ്രശ്നം മാത്രമാണെന്ന് നമ്മളിവിടെ ഈ 1-2 മണിക്കൂറുകളോട് നമ്മളിത് തിരിച്ചറിഞ്ഞു. കാരണം ഒരു നല്ലൊരു മനുഷ്യൻ മരിച്ചാൽ അദ്ദേഹത്തിന്റെ കൂടെ ജീവിച്ച മനുഷ്യരിലൂടെ അല്ലെങ്കിൽ അദ്ദേഹം ഇടപെട്ട മനുഷ്യരിലൂടെ അദ്ദേഹം ജീവിക്കുമെന്നുള്ള യാഥാർത്ഥ്യം നമ്മൾ മനസ്സിലാക്കി. 10 വർഷങ്ങൾക്ക് ശേഷം അദ്ദേഹത്തെക്കുറിച്ച് MM പണിക്കർ സാറിനെ കുറിച്ച് ഇന്നും നമ്മൾ ഓർക്കുന്നുണ്ടെങ്കിൽ അദ്ദേഹം എത്ര നല്ല മനുഷ്യനായിരുന്നു അന്ന് ജീവിച്ചിരുന്നത്, അന്ന് അദ്ദേഹം പഠിപ്പിച്ച വിദ്യാർത്ഥികൾക്കിടയിൽ എത്ര പ്രിയങ്കരനായിരുന്നു നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. എല്ലാവരും നല്ല മനുഷ്യരായി നല്ലത് ചെയ്ത് മറ്റുള്ളവർക്ക് വേണ്ടി നല്ലത് പ്രവർത്തിച്ച് ജീവിക്കുവാൻ ശ്രമിക്കണം. 2016 കേരളത്തിലെ ആദ്യത്തെ ഗോത്ര സാഹിത്യകൃതി ജനിക്കുന്നത്. അശോകൻ മറയൂരിന്റെ പച്ചവിട എന്ന പുസ്തകമാണ് ആദ്യമായിട്ട് പ്രസിദ്ധീകരിക്കുന്നത്. അദ്ദേഹം ഉദുവാൻ ഭാഷയിൽ എഴുതിയ, അതിന്റെ മലയാളത്തിലും കൂടി എഴുതിയ കുറച്ച് കവിതകളാണ്. ഏകദേശം 63ഓളം കവിതകളാണ് അദ്ദേഹം പ്രസിദ്ധീകരിച്ചത്. അതിനുശേഷം നിരവധി ഗോത്ര സാഹിത്യകാരന്മാർ പിറവികൊണ്ടു. ഇപ്പോ ഒരു ഗോത്ര കവിതകൾ എന്ന് പറഞ്ഞൊരു സമാഹാരം DC ബുക്സ് പ്രസിദ്ധീകരിക്കാൻ ഒരുങ്ങുന്നു. ഏകദേശം 32ഓളം സാഹിത്യകാരന്മാർ അതിൽ എഴുതുന്നു. അപ്പോൾ ഗോത്ര കവിത ഇന്ത്യയിൽ 1991 ഗോത്ര കവിത കടന്നു വരുന്നത്. അതേപോലെ തന്നെ സമൂഹത്തിൽ ഏറ്റവും താഴെത്തട്ടിൽ നിൽക്കുന്ന 2ാം കിടയാണ്, അല്ലെങ്കിൽ മാറി നിൽക്കുന്ന ഒരു സമൂഹത്തിന്റെ പ്രതിനിധിയാകുവാൻ സാധിക്കുന്നു എന്നത് വളരെ വലിയൊരു കാര്യമാണ്. മലയാളികൾക്ക് ഒട്ടും പരിചയമില്ലാത്ത ഗോത്രഭാഷകളിലൂടെ കവിതകൾ എഴുതുന്നു, അത് മലയാളികൾ വായിക്കുന്നു, അത് മനസ്സിലാക്കുന്നു എന്ന് എഴുതുമ്പോൾ അത് വളരെ സന്തോഷം നൽകുന്ന ഒരു കാര്യമാണ്. അദ്ദേഹത്തിന്റെ കവിതകളെ കുറിച്ച് ഒരു പ്രധാന കവി പറഞ്ഞത് ഇതായിരുന്നു, ഉദുവാൻ ഭാഷയെക്കുറിച്ച് ഒരാൾ പറഞ്ഞു ഇതായിരുന്നു ആദ്യ മലയാളം, ഇതായിരുന്നു, ഇതിൽ നിന്നാണ് ഉരുത്തിരിഞ്ഞു വന്നതെന്നാണ്. അതായത് അതിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന ആ ഭാഷയുടെ പവിത്രത എത്രത്തോളം ഉണ്ടെന്നാണ്. റാവുള, പിന്നെ അങ്ങനെ കുറെ ഭാഷകളിൽ കവിതകൾ എഴുതുന്നു. നിരവധി പേരുണ്ട്. അത് വളരെ സന്തോഷം നൽകുന്ന ഒരു കാര്യമാണ്. കേരളത്തിൽ ഏകദേശം 46ഓളം ആദിവാസി വിഭാഗങ്ങളുണ്ട്. അവരുടെ ഭാഷകളിൽ ധാരാളം കഥകൾ വരുന്നു എന്നുള്ളത് ഏറെ അഭിമാനമുള്ള കാര്യമാണ്. തിങ്കളാഴ്ച പുറത്തിറക്കാനിരിക്കുന്ന മാധ്യമത്തിൽ 12 ഗോത്ര കവികൾ എഴുതുന്നു എന്ന് പറഞ്ഞു കേട്ടു. അതിനെ കുറിച്ച് വ്യക്തമായിട്ട് അറിയത്തില്ല. അദ്ദേഹത്തിൽ നിരവധി പ്രസിദ്ധീകരണങ്ങളിലൊക്കെ ഗോത്ര കവികൾ അറിയപ്പെട്ടു തുടങ്ങുന്നു. അതൊക്കെ വളരെ സന്തോഷമുള്ള കാര്യമാണ്. നമ്മൾ ഒരുപാട് വായിക്കണം. അതിലൂടെ അനന്തമായ ലോകത്തേക്ക് നമ്മൾ ഇറങ്ങിച്ചെല്ലണം. അപ്പോൾ നമുക്ക് മറ്റുള്ളവരെ സ്നേഹിക്കുവാൻ സാധിക്കും, മറ്റുള്ളവരെ കരുതുവാൻ സാധിക്കും. ആരാണ് മനുഷ്യനെന്ന് മനസ്സിലാക്കുവാൻ സാധിക്കും. മനുഷ്യനെന്ന് വെച്ചാൽ നമുക്ക് ആകെ കുറച്ച് വർഷമേ ജീവിക്കുവാൻ സാധിക്കുകയുള്ളൂ. 100 വർഷം ജീവിക്കുന്ന ഒരു മനുഷ്യൻ 10-35 ദിവസം ജീവിച്ചിരുന്നാൽ അത്രയേ ഉള്ളൂ. അതിൽ താഴെ ദിവസങ്ങൾ മാത്രമേ നമ്മൾ ജീവിച്ചിരിക്കുന്നുള്ളൂ. ഈ സമയത്ത് നമ്മൾ എന്തൊക്കെ ചെയ്യുന്നു? നമ്മൾ പഠിക്കുന്നു. സാറ് പറഞ്ഞതുപോലെ 17-20 വയസ്സ് വരെ പഠിക്കുന്നു, കുറച്ച് ബിരുദങ്ങൾ നേടുന്നു, അല്ലെങ്കിൽ ഒരു നല്ലൊരു ജോലി നേടുന്നു. അവിടെ കൊണ്ട് നമ്മുടെ വിദ്യാഭ്യാസം തീരരുത്. അവിടെ നമ്മളൊരു നല്ല മനുഷ്യനാവുന്നില്ല. നമ്മളൊരു നല്ല മനുഷ്യനാവണമെങ്കിൽ നമ്മുടെ സഹപാഠികൾ, നമ്മുടെ സഹജീവികളെ സ്നേഹിക്കുവാനും അവർക്ക് എന്താണ് ആവശ്യമെന്ന് മനസ്സിലാക്കുവാനും അത് നമ്മളെ കൊണ്ട് നൽകുവാൻ സാധിച്ചില്ലെങ്കിൽ അവരോടൊപ്പം ഒന്ന് ഇരിക്കുക. എടാ കുഴപ്പമില്ലടാ, നിനക്ക് എല്ലാം ശരിയാവും, അങ്ങനെയൊക്കെ പറയുക. അതിനൊക്കെ സാധിക്കണമെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും സാഹിത്യത്തെ സ്നേഹിക്കണം. സാഹിത്യം നമുക്ക് മുമ്പിൽ നൽകുന്ന വായന, നമുക്ക് മുമ്പിൽ നൽകുന്ന ആ ഒരു വിശാലത അനന്തമാണ്. അതിന്റെ സാധ്യതകളെ നമ്മൾ പരമാവധി പ്രയോജനപ്പെടുത്തണം എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു. ഇവിടെ ഒരുപാട് വലിയ കാര്യങ്ങൾ, അല്ലെങ്കിൽ ഇവിടെ വന്നിരിക്കുന്ന എല്ലാവരും ഈ കോളേജിനെ കുറിച്ച് പറഞ്ഞ വാക്കുകൾ വളരെയധികം കറക്റ്റ് ആയിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഇന്നും ഇവിടുത്തെ അധ്യാപകരും ഞങ്ങളും തമ്മിൽ വളരെയധികം നല്ല ഒരു ബന്ധം പുലർത്തിക്കൊണ്ട് പോകാൻ ഉള്ള ഭാഗ്യം കിട്ടിയിട്ടുണ്ട്. ഈ കോളേജ് ഒരു പ്രത്യേക ഒരു വൈബ് തന്നെ നൽകും എന്ന് പറയാം. കാരണം ഇത് ഇവിടെ ഒരു സ്വന്തം വീട് പോലെ തോന്നും. ഇതിന്റെ അന്തരീക്ഷവും ഇവിടെ അധ്യാപകരും നമുക്ക് അങ്ങനെ ഒരു അറ്റ്മോസ്ഫിയർ ആണ് തരുന്നത്. അപ്പൊ ഇവിടെ വന്നിട്ട് ഇങ്ങനെ ഒരു ചടങ്ങില് സംസാരിക്കാൻ സാധിച്ചതും ഇങ്ങനെ ഒരു പുരസ്കാരം തന്ന് അനുമോദിച്ചതിനും ഒരുപാട് നന്ദിയുണ്ട്. പരിപാടിക്ക് അതിന്റെ പൂർണ്ണത ആവശ്യമുള്ളതിനാൽ ഔപചാരികമായി എത്രയും പെട്ടെന്ന് ഒരു നന്ദി പ്രകാശിപ്പിക്കുകയാണ് ഞാനിവിടെ.
വേദിയിലും സദസ്സിലും ഉപവിഷ്ടരായിരിക്കുന്ന സുഹൃത്തുക്കളെ, വന്ധ്യ ഗുരുഭൂതരെ, ഇവിടെ നാം ആദ്യമായി നമ്മിൽ നിന്ന് നന്ദി അർഹിക്കുന്നത് ഇന്ന് ഈ കലാലയത്തിന്റെ അമരക്കാരനായ ഡോക്ടർ GS ഗിരീഷ് കുമാർ സാറാണ്. വളരെ ചുരുങ്ങിയ ഒരു കാലഘട്ടം കൊണ്ട് തന്നെ, വളരെ ചുരുങ്ങിയ പ്രവർത്തന കാലഘട്ടം കൊണ്ട് തന്നെ ഈ ഹെൻറി ബേക്കർ കോളേജിന് നിരവധിയായ അഭിമാനകരമായ നേട്ടങ്ങളും വളർച്ചകളും ഒക്കെ ഈ കോളേജിലേക്ക് കൊണ്ടുവരുവാൻ സാധിച്ച സാറിന്റെ പ്രവർത്തനത്തെ ഈ കലാലയത്തിന്റെ വിദ്യാർത്ഥികൾ എന്ന നിലയിൽ ഞങ്ങളും ഏറെ സന്തോഷത്തോടെയാണ് നോക്കിക്കാണുന്നത്. ഞങ്ങൾക്ക് ഇന്നിവിടെ ഏറെ സ്നേഹത്തോടെ ആതിഥ്യമരുളിയ ഡോക്ടർ GS ഗിരീഷ് കുമാർ സാറിന് ഏറെ സ്നേഹത്തോടെ നന്ദി അർപ്പിക്കുന്നു. അടുത്തതായി നമ്മിൽ നിന്ന് തീർച്ചയായും നന്ദി അർഹിക്കുന്നത് നമ്മുടെ സ്നേഹ ബഹുമാനായ തിരുമേനി തന്നെയാണ്. നമ്മൾ ഏതൊരു പരിപാടിക്ക് ചെന്നു കഴിഞ്ഞാലും അവിടെ ഒരു ബിഷപ്പ് ഉണ്ടെങ്കിൽ ആ ബിഷപ്പ് ആ കാര്യപരിപാടി കഴിഞ്ഞ് അദ്ദേഹത്തിന്റെ ഒരു അനുഗ്രഹ പ്രഭാഷണമൊക്കെ കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ തിരികെ പോകുന്ന ഒരു ബിഷപ്പിനെയാണ് ഞാൻ ഇതുവരെ കണ്ടിട്ടുള്ളത്. എന്നാൽ ഈ സമ്മേളനത്തിൽ ഈ സ്റ്റേജിൽ ഏറ്റവും ശാന്തനായി, എത്ര സ്നേഹത്തോടെ, എത്ര കരുതലോടെയാണ് അദ്ദേഹത്തിന്റെ ഈ അനുഗ്രഹ സാന്നിധ്യം നമ്മോടൊപ്പം ഉണ്ടായിരുന്നത്. അത് അദ്ദേഹത്തിന്റെ ലാളിത്യത്തിന്റെ ഒരു ഉത്തമ ദർശനമായിട്ട് തന്നെ ഞാൻ കാണുന്നു. രാജു സാറിനോട് ബിഷപ്പിനെ കുറിച്ച് ചോദിച്ചപ്പോൾ അത്രയും ലളിതനായ ഒരു വ്യക്തി എന്ന രീതിയിലാണ് സാറ് ബിഷപ്പിനെ പറ്റി എന്നോട് പറഞ്ഞത്. അത് തീർച്ചയായും ഞാൻ ഇത്രയും സൗമ്യനും ഇത്രയും ക്ഷമയോടെ നമ്മളുടെ ഈ പരിപാടിക്ക് നമ്മളോടൊപ്പം ആയിരുന്ന ബിഷപ്പിനെ ഏറെ നന്ദിയോടെ ഞാൻ ഓർക്കുകയും അദ്ദേഹത്തിന് എല്ലാവിധ നന്ദിയും ഹൃദയത്തിൽ നിന്ന് അർപ്പിക്കുകയും ചെയ്യുന്നു. പുസ്തക പ്രകാശനം നിർവഹിക്കുവാനായി നമ്മോടൊപ്പം ഉണ്ടായിരുന്ന ഡോക്ടർ സിന്ധുമോൾ ജേക്കബിന് അദ്ദേഹത്തിന്റെ സാന്നിധ്യത്തിലാണെങ്കിൽ പോലും നന്ദിയുടെ ഒരു വാക്ക് ഞാനിവിടെ പറയുകയാണ്. അടുത്തതായി നമ്മിൽ നിന്ന് കാവ്യവസന്തം പ്രഥമ അവാർഡ് ഏറ്റുവാങ്ങിയ ക്രിസ്റ്റി ഇലക്കണ്ണൻ, ആമിന കബീർ എന്നിവരെയും ഏറെ സ്നേഹത്തോടെ ഞാനിവിടെ ഓർക്കുന്നു. നമുക്ക് ഒരു നല്ല ആശംസ അർപ്പിക്കുന്നതിനായി നമ്മോടൊപ്പം എത്തിച്ചേർന്ന സ്നേഹബഹുമാനായ അബിര ജേക്കബ് സാറിനും പ്രൊഫസർ സൗമ്യ പോളിനും ഏറെ സ്നേഹത്തോടെ നന്ദി അർപ്പിക്കുന്നു. മനോഹരമായ ഒരു ഗാനാലാപനത്തിലൂടെ നമ്മളെ ആനന്ദത്തിൽ ആറാടിച്ച സുപ്രിയയ്ക്കും ഏറെ സ്നേഹത്തോടെ നന്ദി പറയുന്നു. മഹാന്റെ ഒരു വാക്കുകൾ കടമെടുത്ത് ഞാനിവിടെ പറയുന്നു. മഹാന്മാർ ഉത്തുംഗ ശൃംഗങ്ങൾ കയറിയത് ഒറ്റച്ചാട്ടം കൊണ്ടല്ല. മറ്റുള്ളവർ ഉറങ്ങുമ്പോഴും നിശയുടെ നിശാന്തതയിൽ അവർ അധ്വാനിക്കുകയായിരുന്നു. അതെ, ഇന്ന് ഈ പരിപാടി ഇവിടെ എല്ലാ ക്രമീകരണങ്ങളോടും കൂടെ വളരെ മനോഹരമായി തന്നെ അവസാനിക്കുമ്പോൾ ആരാലും അറിയപ്പെടാതെ രാത്രിയുടെ നിശാന്തതയിൽ നമുക്കായി അധ്വാനിച്ച ഒരുപാട് കൂട്ടാളികൾ നമ്മോടൊപ്പമുണ്ട്. അവർക്ക് നേതൃത്വം വഹിച്ചത് നമ്മുടെ പ്രിയങ്കരനായ രാജു കൃഷ്ണപുരം സാർ തന്നെയാണ്. ഈ ഒരു മൂലയിൽ ഒതുങ്ങി നിന്ന് ഈ പ്രവർത്തിക്കുന്ന ഈ ഒരു വ്യക്തിയെ സുജിത മനോഹരമായി നമുക്ക് മുമ്പിൽ അവതരിപ്പിച്ചു. 2 മണിവരെയും രാത്രി 2-3 മണിവരെ ഉറക്കമളച്ചിരുന്ന് നമുക്ക് വേണ്ടി ഈ ഒരു പരിപാടിക്ക് വേണ്ടി 2-ാം തീയതിയിലത്തെ പരിപാടിയുടെ മനോഹരമായ നടത്തിപ്പിന് വേണ്ടി അധ്വാനിച്ച അനീഷിനെ ഓർക്കാതെ, അനീഷിന് ഒരു നന്ദി വാക്ക് പറയാതെ ഈ സമ്മേളനം ഇവിടെ പൂർണ്ണമാകാൻ പാടില്ല. അതുപോലെ തന്നെ അനീഷിനോട് തോളോട് തോൾ ചേർന്ന് നിന്ന് സഹകരിച്ച ടോം, സുജിത, ഇതിന്റെ അഡ്വൈസറി കമ്മിറ്റി അംഗങ്ങളായ ഉണ്ണികൃഷ്ണൻ, ഉദയകുമാർ, ജോമോൻ, ഞങ്ങളുടെ ഷീന, ഞങ്ങളുടെ എഴുത്തുകുത്തുകളൊക്കെ വളരെ കൃത്യമായി നടത്തിക്കൊണ്ടിരിക്കുന്ന ഷീന എത്തിച്ചേരാൻ അവർക്ക് സാധിച്ചിട്ടില്ല. എന്നാൽ പോലും അവരെയൊക്കെ നമ്മൾ ഒരുപാട് നന്ദിയോടെ ഓർക്കണം. കൃതജ്ഞത എന്ന ചെറിയ അക്ഷരക്കൂട്ടങ്ങളിൽ അവരോടുള്ള കടപ്പാട് നമുക്ക് ഒതുക്കാൻ കഴിയില്ല. അവരാണ് യഥാർത്ഥത്തിൽ ഇന്ന് ഈ സമ്മേളനം ഇവിടെ ഒരു മനോഹരമായ വിജയമായി തീർത്തത് എന്നുള്ള കാര്യം ഇവിടെ അനുസ്മരിച്ചുകൂടാ. സാന്നിധ്യം കൊണ്ട് ഈ സമ്മേളനത്തെ ധന്യമാക്കിയ എല്ലാ ഗുരുഭൂതർക്കും തിരുമേനിക്കും ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാവർക്കും ഏറെ സ്നേഹത്തോടെ ഒരിക്കൽ കൂടി നന്ദി അർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. പഞ്ചാബ്, സിന്ധു, ഗുജറാത്ത്, മറാഠ, ദ്രാവിഡ, ഉത്കല, വംഗ, വിന്ധ്യ, ഹിമാചല, യമുന, ഗംഗ, ഉച്ഛല, ജലധി, തരംഗ, തവ ശുഭ നാമേ ജാഹേ, തവ ശുഭാശിഷ മാഗേ, ഗാഹേ തവ ജയ ഗാഥാ, जनगण मंगलदायक जय हे भारत भाग्य विधाता,
जय हे